Hi my dear students, my dear and dearest students, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ലൈവ് സെക്ഷനിലേക്ക് സ്വാഗതം. It's me, SL ശ്രീലക്ഷ്മി. അല്ലേ? എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. നമ്മൾ ഇന്ന് ഏത് ക്ലാസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്? It's 10th CBSE കെമിസ്ട്രി ആണ്. അല്ലേ? I hope 7 മണിക്ക് തന്നെ വന്ന് ഓൺലൈനിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. സായി ഷൈൻ, വിഷ്ണു വാസുദേവ് ആൻഡ് ബ്രിസ്റ്റോ എല്ലാവർക്കും ഹായ്. നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. കാരണം നിങ്ങൾ കമന്റ് ചെയ്യുമ്പോഴേ അവിടെ എത്ര പേരുണ്ട് എന്നുള്ള കാര്യങ്ങൾ എനിക്ക് അറിയുള്ളൂ. ഓക്കെ, കൈല, സുരേഷ് എല്ലാവർക്കും ഹായ്. നമുക്കൊരു ജസ്റ്റ് ഒരു 3 minutes ഒന്ന് വെയിറ്റ് ചെയ്യാം. കാരണം നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എല്ലാവരും കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അവരും കൂടി വന്നിട്ട് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ നല്ലത്. എല്ലാവരും ഒന്നിച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. So we can just wait 2 minutes. Okay. അതുവരെ എല്ലാവരുടെ പേരും എല്ലാവരുടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ക്ലാസ്സിലാണ്, 10th ആണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ പേര് കാര്യങ്ങൾ ഒന്നും മെൻഷൻ ചെയ്യുക. കാരണം എത്ര പേര് അവിടെ ഉണ്ട്, എത്ര പേര് റെസ്പോൺസ് ചെയ്യുന്നുണ്ട് നമുക്ക് അറിയണം അല്ലേ? യെസ്, ഹലോ മാം. യെസ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എല്ലാവരും സ്കൂൾ ലൈഫ് ഒക്കെ എൻജോയ് ചെയ്യാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. കാരണം സ്കൂൾസിലൊക്കെ പോയി തുടങ്ങിയോ എന്ന് അറിയില്ല. ചില സ്കൂൾസിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. എനിവേ, നിങ്ങൾ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ നമ്മുടെ പഠനവും മുന്നോട്ട് കൊണ്ടുപോവാം. ഓക്കെ, യെസ്, ഗുഡ് ഈവനിങ്. യെസ്, 7:32 ക്യാൻ വി സ്റ്റാർട്ട് എ ക്ലാസ്? നമ്മുടെ സെക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? കറക്റ്റ് ടൈമിംഗ് ആണല്ലോ എല്ലാവർക്കും. കാരണം 7:30 ആയപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റുഡൻസിലുള്ള മെജോറിറ്റി പേര് ഇപ്പോൾ ഓൺലൈനിൽ വന്നിട്ടുണ്ട്. വെരി ഗുഡ്, എക്സലന്റ്, ഷാർപ്പ് ടൈമേഴ്സ് ആണെന്ന് തോന്നുന്നു. സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ സെക്ഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഏത് ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ചാപ്റ്റർ നമ്പർ 2, 10th CBSE ആസിഡ്, ബേസ്, സാൾട്ട് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അല്ലെ? ഇതിന്റെ അകത്ത് നമുക്ക് എന്തിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്? നമ്മുടെ ചാപ്റ്ററിന്റെ പേര് പോലെ തന്നെ ആസിഡിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ബേസിനെ കുറിച്ച് പഠിക്കാനുണ്ട്, സോൾട്ടിനെ കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് ഓൾസോ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ? Yes, my name is Aditi. Okay, fine. Hi, Aditi. Malavika. Yes, hi. എല്ലാവർക്കും ഹായ് ആണ് കേട്ടോ. യെസ്, ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്ന് നമ്മുടെ സെക്ഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബിഫോർ മൂവിങ് ടു ദ MCQs, നമ്മൾ MCQs ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. MCQsലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ചാപ്റ്ററിൽ എന്തെല്ലാം കണ്ടന്റ്സ് നമ്മൾ പഠിച്ചിരുന്നു നമുക്കറിയണം അല്ലെ? അപ്പൊ നമ്മൾ ഓരോരോ കണ്ടന്റ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓരോരോ കണ്ടന്റ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യില്ല. കാരണം നമ്മുടെ Xylem ലേണിംഗ് ആപ്പ് ക്ലാസ്സസിൽ നമ്മൾ എല്ലാ സെക്ഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഇനി അതിലല്ലാത്ത കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും, കുറച്ച് മക്കൾ ഉണ്ടാവും ക്ലാസ് കാണുന്നവർക്ക്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒരു സ്ട്രക്ചർ, നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാമാണ് ഡിസ്കസ് ചെയ്തതെന്നുള്ള മെയിൻ പോയിന്റ്സ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഓരോരോ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കും. ഓരോരോ ക്വസ്റ്റ്യനിലും എന്തെല്ലാം ശ്രദ്ധിക്കണം, എങ്ങനെ നമ്മുടെ MCQs ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം എന്നുള്ള ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, യെസ്, ഗുഡ് ഈവനിങ്. അർഷാപ്പി, ഹായ്. എല്ലാവർക്കും, ഒരാൾക്കും നല്ല അവിടെ ഇരിക്കുന്ന എന്റെ എല്ലാ മക്കൾക്കും ഹായ്. നമുക്ക് നമ്മുടെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തല്ലോ. യെസ്, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ പഠിച്ച സെക്ഷൻ എന്ന് പറയുന്നത്, ടോപ്പിക് എന്ന് പറയുന്നത് ആസിഡ്സിനെ കുറിച്ചിട്ടായിരുന്നു. ആസിഡ്സിൽ നമ്മൾ 3 കാര്യങ്ങളാണ് പഠിച്ചത്. എന്തൊക്കെയാണ്? പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്, ദ സബ്സ്റ്റൻസ് കണ്ടെയ്നിങ് ആസിഡ്സ് ആൻഡ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ആസിഡ്സ് അല്ലെ? എത്ര പേർക്ക് ഇതെല്ലാം ഓർമ്മയുണ്ട്? നവീന, യെസ്, ഹായ്. ഫസ്റ്റ് ലെറ്റ്സ് ഗോ ടു ദ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ്. പ്രോപ്പർട്ടീസിനകത്ത് നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസ് പഠിച്ചു അല്ലെ? ആ പ്രോപ്പർട്ടീസിന്റെ ഒക്കെ ഒരു പിക്ചറൈസേഷൻ നമ്മൾ ഇവിടെ തന്നിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു പ്രോപ്പർട്ടീസ്? നിങ്ങൾ ഒന്ന് കമന്റ് സെക്ഷനിൽ 1 or 2 പ്രോപ്പർട്ടീസ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് അയച്ചേ. യെസ്, ഞാൻ പറഞ്ഞു നമ്മൾ ഓപ്ഷൻസ് അല്ല, നമ്മൾ ക്ലാസ് ആദ്യം നമ്മൾ എന്താണ്, കണ്ടന്റ് ഡിസ്കഷൻ ആണ്. ഒന്ന് ടൈപ്പ് ചെയ്യാനൊന്നും അത്ര നേരമൊന്നും വേണ്ട. എന്തെല്ലാം പ്രോപ്പർട്ടീസ് ആണ് നിങ്ങൾക്ക് ആസിഡ്സിനെ കുറിച്ച് അറിയുന്നതെന്ന് ഒന്ന് കമന്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, യെസ്, എല്ലാവരും ഒന്ന് കമന്റ് സെക്ഷനിൽ ഇട്ടേ എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ഇനി അറിയില്ലെങ്കിൽ ഡോണ്ട് വറി, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പിക്ചറൈസേഷൻ ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ? ആ പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം ഓർത്തെടുക്കാൻ കഴിയുന്നു എന്നുള്ളതും കമന്റ് ചെയ്യാം. ബിഫോർ ദാറ്റ് നിങ്ങൾ എല്ലാവരും എന്താണ്, യെസ്, നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം അല്ലെ? നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് ഈ ക്ലാസ് വാല്യൂബിൾ ആണ്, നിങ്ങളുടെ ഫ്രണ്ട്സിനും കാണണം എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഫോർവേഡ് ദിസ് ലിങ്ക് ടു യുവർ ഫ്രണ്ട്സ്. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ഫ്രണ്ട്സിലൊക്കെ ഫോർവേഡ് ചെയ്യുക. കാരണം അവർക്കും എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസ് ബെനിഫിഷ്യൽ ആയിട്ടിരിക്കും. ഓക്കെ, so the first comment, I think it was by
Sastra is sour in taste. Excellent. Very good. First picture എന്താണ്? ഒരു baby lemon കഴിക്കുന്നതാണ്. Sour in taste ആണ് അല്ലേ? പുള്ളി രുചിയാണ്. Very good. Yes, Arsha, Sona, Sonu. Yes, hi. It is having sour in taste. എല്ലാവരും sour taste മാത്രമാണോ? Acids contains electricity. Type ചെയ്തപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. Acid conducts electricity. Excellent. Yes, acid conducts electricity. H plus ions produce ചെയ്യുന്നു. Yes. Turn blue litmus to red. ആരാണ്? Aditi. Yes, എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. pH level below 7. So, നിങ്ങൾക്ക് എല്ലാ contents എല്ലാ properties of acids അറിയാം അല്ലേ? But still, I'm just going through each of the properties. So, let's see what is the properties. The first one, it is having a sour taste. അല്ലെ നമ്മുടെ lemonade അല്ലെങ്കിൽ നമ്മുടെ നാരങ്ങയുടെ ടേസ്റ്റ് എങ്ങനെയാണ്? sour ആണ്. നാരങ്ങയുടെ അകത്ത് ആരുണ്ട്? acids ഉണ്ട്. So, it is having a sour taste. We feel sticky in touch. അല്ലെ ഒരു sticky feeling ആണ് acids. ചില acids ഉണ്ടാവുന്നത്. The acids are soluble in water. അല്ലെ നാരങ്ങ പിഴിഞ്ഞു ഒഴിച്ചു കഴിഞ്ഞാൽ നാരങ്ങ എന്ത് ചെയ്യുന്നു? വെള്ളത്തിൽ ലയിക്കുന്നു. നാരങ്ങയുടെ അകത്ത് എന്തുണ്ട്? ആസിഡ് ഉണ്ട്. ഏത് ആസിഡ് ആണ് നമുക്കിതാ കുറച്ച് കഴിഞ്ഞാൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ആസിഡ്സ് ആർ soluble in water. They conduct electricity. Yes, answers നല്ലോണം വരുന്നുണ്ട് അല്ലെ? And also എന്താണ് തന്നിരിക്കുന്നത്? They change the color of a litmus paper. Blue litmus എന്തായിട്ട് മാറ്റുന്നു? റെഡ് കളർ ആക്കി മാറ്റുന്നു. And also it is very ഈ ഒരു ഇമേജ് എന്തിനെ കുറിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്? ആരും പറയുന്നത് ഞാൻ കണ്ടില്ലല്ലോ. I'm sorry, Sona Sanu. Acids corrode metals. Excellent. എന്താണ് ഈ ഒരു പിക്ചർ? അധികം ആരും കമന്റ് ചെയ്തിട്ടില്ല. എന്താണ് ആ പിക്ചർ റെപ്രസെന്റ് ചെയ്യുന്നത്? The acids are very corrosive in nature. അല്ലെ മെറ്റൽസിനെ കൊറോഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് ഒരുപാടാണ്. And the pH scale ഒരുപാട് പേര് എന്ത് ചെയ്തു? കമന്റ് ചെയ്തിട്ടുണ്ട്. pH scale എന്ന് പറയുന്നത് എന്താണ്? Yes, the range is between 0 to 6. അല്ലെ pH scale 7ൽ താഴെയാണ് നമ്മുടെ acidic substance ഉള്ളത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വെള്ളത്തിൽ ആസിഡ് ലയിക്കുന്ന സമയത്ത് we are getting H plus ions. അതുവരെയാണ് നമ്മൾ പ്രോപ്പർട്ടീസിനകത്ത് ഡിസ്കസ് ചെയ്തത്. Someone has done antacids. ഷെംലു antacids. അതിനൊരു പ്രത്യേകതയുണ്ട്. പ്രോപ്പർട്ടീസിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേറെ സെക്ഷൻ ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഹായ് എല്ലാവർക്കും. സിട്രിക് ആസിഡ്, ലെമൺ കണ്ടെയ്ൻ സിട്രിക് ആസിഡ്. ഫൈൻ, നമുക്ക് ചെക്ക് ചെയ്യാം ലെമണിന്റെ അകത്ത് സിട്രിക് ആസിഡ് തന്നെയാണോ എന്നുള്ളത്. Now let's see the substance containing acid. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് സബ്സ്റ്റൻസ് കാണാറുണ്ട് അല്ലെ? Here you can see different pictures. പല ഐറ്റംസും തന്നിട്ടുണ്ട്. ഇവരുടെ ഇടയിലൊക്കെ എന്തുണ്ട്? അല്ലെങ്കിൽ ഇവരുടെ അകത്തൊക്കെ എന്തുണ്ട്? യെസ്, ആസിഡ് കണ്ടന്റ്സ് ഉണ്ട്. ഓക്കെ, ഇതിന് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കൈലാസ് സുരേഷ്, ആന്റാസിഡ്സ് ഇസ് എ ബേസ്. മാം, ഞാൻ പറഞ്ഞു ആന്റാസിഡ്സ് നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യും. ആ ഒരു സെക്ഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് പറയാം. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ആസിഡ്സ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ആസിഡ്സ് എങ്ങനെയൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം? based on the concentration, how we can just classify them? Yes, concentrated acid and diluted acid. Concentrated acid എന്ന് പറയുന്നത് എന്താണ്? more acid and less water. Concentrated എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ ആസിഡും കുറച്ച് വാട്ടറുമാണ് അതിൻ്റെ അകത്ത് ഉണ്ടാവുക. അതുകൊണ്ടാണ് കോൺസെൻട്രേഷൻ കൂടുന്നത് അല്ലെ? വാട്ട് അബൌട്ട് ഡൈല്യൂട്ടഡ്? ഡൈല്യൂട്ട് ആണ്. ഡൈല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹാവിംഗ് ഓൺലി ലെസ് ആസിഡ് ആൻഡ് മോർ വാട്ടർ. അതുകൊണ്ടാണ് നമ്മൾ അവയെ എന്ത് വിളിക്കുന്നത്? ഡൈല്യൂട്ടഡ് എന്ന് വിളിക്കുന്നത്. യെസ്, സ്ട്രോങ് ആൻഡ് വീക്ക്. ഓക്കെ, ഫൈൻ. ശാസ്ത്ര പറഞ്ഞിട്ടുണ്ട് നമുക്ക് സ്ട്രോങ് ആൻഡ് വീക്കുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു. ലെറ്റ്സ് ചെക്ക് the next one. It is based on source. Source in the base നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായിട്ട് തന്നെ ക്ലാസിഫൈ ചെയ്യാം. organic acid and inorganic acid. Okay, organic acids എന്ന് പറഞ്ഞാൽ എന്താണ്? Yes, very good. Nikhil Joseph, organic and inorganic. Organic എന്ന് പറഞ്ഞാൽ എന്താണ്? Yes, it is naturally occurring. നമ്മുടെ ലൈഫിൽ, നമ്മുടെ ഭൂമിയിൽ, നമ്മുടെ എർത്തിൽ നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഓർഗാനിക് എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത് അല്ലെ? ഓർഗാനിക് ആസിഡ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറലി നമുക്ക് കാണാൻ കഴിയുന്നവ. ഫോർ എൻ എക്സാമ്പിൾ, ഇൻ ലെമൺ, ഇൻ ടൊമാറ്റോസിലൊക്കെ എന്താണ്? ഓർഗാനിക് ആസിഡ്സ് ആണ് കാണാൻ കഴിയുന്നത്. വാട്ട് അബൌട്ട് ഇനോർഗാനിക് ആസിഡ്സ്? ഇനോർഗാനിക് ആസിഡ്സ് ആർ ഓൾസോ നോൺ ആസ് മിനറൽ ആസിഡ്സ് അല്ലെ? ഫോർ എൻ എക്സാമ്പിൾ, നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്ന ആസിഡ്സ് ഉണ്ട്, ഒരുപാട് ആസിഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? യെസ്, ദേ ആൾസോ നോൺ ആസ് മിനറൽ ആസിഡ്സ്.
ഫോർ എൻ എക്സാമ്പിൾ HCl. HCl എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് ടൈപ്പ് ചെയ്തേ. HCl എന്താണ്? ഫുൾ നെയിം ഹൈഡ്രോക്ലോറിക് ആസിഡ്. വെരി ഗുഡ്. HCl എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. HNO3 എന്തായിരിക്കും? ജസ്റ്റ് ടെൽ മീ. HNO3 എന്താണ്? യെസ്, HCl പറഞ്ഞു കഴിഞ്ഞു. ഇനി HNO3 എന്താണ്? Just put in the comment section. HNO3 എന്ന് ടൈപ്പ് ചെയ്യാനല്ല പറഞ്ഞത്. HNO3 യുടെ പേര് എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ഫൈൻ. ശാസ്ത്ര ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞിട്ടുണ്ട്. H2SO4. യെസ്, നമുക്ക് HNO3 കഴിഞ്ഞിട്ട് നമ്മുടെ H2SO4 ലേക്ക് വരാം. ഓക്കെ. അശ്വന്ത് കേസ് ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഫസ്റ്റ് പറഞ്ഞത്. നമ്മുടെ HNO3 ഫസ്റ്റ് പറഞ്ഞത് ആരാണ്? Aditi RS. Yes, it is nitric acid. HNO3, it is nitric acid. And we are moving to the H2SO4. H2SO4 എന്താണ് പേര്? ഫസ്റ്റ് ആരാണ് പറയുന്നത് നോക്കാം. Let's see who is telling the first. H2SO4 ആരാണ് പറയുന്നത്? വെരി ഗുഡ്. നിങ്ങൾ എല്ലാവരും കമന്റ്സ് ഞാൻ കാണുന്നുണ്ട്. എടുത്തെടുത്ത് വായിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് കമന്റ് ചെയ്യാതിരിക്കരുത്. ബിക്കോസ് നിങ്ങളുടെ പേര് ഇനിയും വായിക്കാനുള്ള സമയം നമുക്കുണ്ട് അല്ലെ. അപ്പൊ എല്ലാ സമയത്തും എല്ലാവരുടെ പേരും നമുക്ക് വായിച്ചു തീർക്കാം. ഓക്കെ. യെസ്, എന്താണ്? സുഭാഷ്. യെസ്, സൾഫ്യൂരിക് ആസിഡ്. H2SO4, it is sulfuric acid. ബ്രിസ്റ്റോ അല്ലെ. ബ്രിസ്റ്റോ ഒരു ഹായ് പറയാൻ കുറെ നേരമായി പറയുന്നു. ഹായ് ഹായ് ഹായ്. സോ നമ്മൾ എന്താണ്? സൾഫ്യൂരിക് ആസിഡ് ആണ് H2SO4. ഇതെല്ലാം ഏത് കേസിലാണ് വരുന്നത്? ഇൻഓർഗാനിക് ആസിഡ്സിലാണ് വരുന്നത്. ഇൻഓർഗാനിക് ആസിഡ്സ് മീൻസ് ദേ ആർ മിനറൽ ആസിഡ്സ്. ഓക്കെ. നമ്മൾ പിന്നെ കുറച്ചു മുന്നേ ആരും നമ്മുടെ കമന്റ് സെക്ഷനിൽ പറഞ്ഞിരുന്നു, ബേസ്ഡ് ഓൺ സ്ട്രെങ്ത് ഓൾസോ വി ക്യാൻ ക്ലാസിഫൈ ദ ആസിഡ്സ്. ഏതൊക്കെയാണ്? സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ആസിഡ്. സ്ട്രോങ് ആസിഡ് ആയിട്ടും വീക്ക് ആസിഡ് ആയിട്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ കഴിയുന്നു അല്ലെ. സ്ട്രോങ് ആസിഡ്സും വീക്ക് ആസിഡ്സും. സ്ട്രോങ് ആസിഡ്സ് എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ഇൻഓർഗാനിക് ആസിഡ്സ് ആണ്. വീക്ക് ആസിഡ്സ് എന്ന് പറയുന്നത് ആരാണ്? ഓർഗാനിക് ആസിഡ്സ് ആണ് കേട്ടോ. സോ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ആസിഡ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. നൗ വി ആർ ജസ്റ്റ് മൂവിങ് ടു ഏതായിരിക്കും? നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ആസിഡ്, ബേസ് ആൻഡ് സോൾട്ട് ആണ്. അപ്പൊ നമ്മൾ ഇനി ഏത് സെക്ഷൻ ആണ് നോക്കാൻ പോകുന്നത്? യെസ്, ഇറ്റ് ഇസ് എ ബേസ്. ഓക്കെ. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ബേസ്? നേരത്തെ ഞാൻ പിക്ചർ വെച്ചപ്പോൾ എല്ലാവരും വളരെ ഈസി ആയിട്ട് പറഞ്ഞു. Now I am not showing the picture. Just tell me the properties of base. ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി എങ്കിലും പറയാം. എല്ലാവരും ഒന്ന് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്തേ. ശാസ്ത്ര, കിങ് ഓഫ് കെമിക്കൽസ്, ഇറ്റ് ഇസ് സൾഫ്യൂരിക് ആസിഡ്. വെരി ഗുഡ്, വെരി ഗുഡ് ഡിയർ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ബേസിന്റെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി എങ്കിലും കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം. ഓക്കെ. യെസ്, put your comments. Sona Sonu, yes, very good. They are having bitter in taste. അല്ലേ, നമ്മുടെ ബേസിന് ബിറ്റർ ടേസ്റ്റ് ആണ്. എക്സലന്റ്. യെസ്, പൈസ അപ്പത്തേക്ക് വന്നിട്ടുണ്ട്. ബിറ്റർ ടേസ്റ്റ്, ബിറ്റർ ടേസ്റ്റ്. പിന്നെ എന്താണ്? പ്രൊഡ്യൂസ് OH മൈനസ് അയോൺ. നിക്കൽ ജോസഫ്, എക്സലന്റ്. ഇറ്റ് ഗിവ്സ് OH മൈനസ് അയോൺസ്. പിന്നെ എന്താണ്? അലീഷ, സോപ്പി ടു ടച്ച്. വെരി ഗുഡ്, വെരി ഗുഡ്. വാട്ടർ soluble base. Sastra has told water soluble base are alkalis. ഓക്കെ, ആ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. പിന്നെ ആരാണ് പറഞ്ഞിരിക്കുന്നത്? Aditi has told red litmus, it is converted to blue color. Excellent. Arsha, pH value more than 7. Very good. I hope നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഡീറ്റെയിൽസും എക്സലന്റ് ആയിട്ട് അറിയാം അല്ലെ. നിങ്ങളൊക്കെ ഭയങ്കര സ്പെൻഡഡ് വൺസ് ആണെന്ന് തോന്നുന്നു. So can we move to my section? Let's see the picturization. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? It is having a bitter taste. Base are having a bitter taste. They are soapy in touch. Yes, the strong bases are corrosive. അല്ലെ, സ്ട്രോങ് ആയിട്ടുള്ള ബേസസ് എന്താണ്? corrosive ആണ്. For an example, strong NaOH. ബോൾ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. Okay, then we have told about the litmus paper. It is capable to convert red litmus paper to blue color. They conduct electricity. നമ്മുടെ ഇലക്ട്രിസിറ്റിന്റെ കാര്യം ആരും പറഞ്ഞില്ലല്ലോ, വിട്ടുപോയി. ആ ഒരു പോയിന്റ് മാത്രം നമ്മൾ വിട്ടുപോയി അല്ലെ. They are capable to conduct electricity. Base are insoluble in water. എന്താണ് ഈ ഒരു പിക്ചർ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. Base are insoluble in water. പക്ഷേ ചില ബേസുകൾ, നമ്മുടെ ബേസിന്റെ അകത്തുള്ള ചില ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടർ സോല്യൂബിൾ ആണ്. ആ വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ബേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? We call them alkalis. എന്താണ്? Alkalis. Next one, it is about pH scale. pH scale എവിടെയാണ്? 7 അല്ല, 8, 9, 10, 11, 12, 13
and 14 values ഉള്ളതൊക്കെ ആരാണ്? നമ്മുടെ ബേസിക് സബ്സ്റ്റൻസ് ആണ്. And while we are dissolving in water, ബേസ് വെള്ളത്തിൽ ലയിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ആരെയാണ് കിട്ടുന്നത്? We can obtain OH minus ions. Okay, so bases do not react with metals like acids. Ambali, bases do not react with metal like acids. ആ പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. നമ്മുടെ ഡിസ്കഷനിൽ നമ്മൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല, കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മൾ തെറ്റിൽ നിന്ന് മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുകയുള്ളൂ. Let's see. Now let's see what the substance containing the base. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് സബ്സ്റ്റൻസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. ഇതിന്റെ അകത്തൊക്കെ ആരുടെ പ്രസൻസ് ഉണ്ട്? We are having the base. നമ്മൾ രാവിലെ ഉറങ്ങി എണീച്ചപ്പോൾ നമ്മൾ പല്ലേക്കാറുണ്ട്. ആ പല്ല് തേക്കുന്ന പേസ്റ്റിന്റെ അകത്ത് ആരാണുള്ളത്? We are having the basic content. Okay, so let's see the substances. Next one, we are moving to the classification of base. Base നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ആസിഡ് ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷനിൽ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? കോൺസെൻട്രേറ്റഡ് ബേസ് ആൻഡ് ഡൈല്യൂട്ടഡ് ബേസ്. നേരത്തെ പറഞ്ഞ സെയിം തന്നെയാണ്. അവിടെ എന്താണ്? ബേസ് ആണുള്ളത്. കോൺസെൻട്രേറ്റഡ് എന്ന് പറഞ്ഞാൽ we will be having more base and less water. What about diluted? We will be having more water and less base. അല്ലെ, ഇത് one type of classification ആണ്. Before that, base reactive non-metal oxide form salt and water. നമ്മൾ അവിടേക്ക് ഒന്നും എത്തിയിട്ടില്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. Okay, so let's see the next classification. What is the classification? It is based on the strength. Based on strength, it is classified into two categories, strong and weak. Okay, strong എന്ന് പറഞ്ഞാൽ എന്താണ്? Strong, they completely ionizes. Okay, for an example, KOH and NaOH, sodium hydroxide and potassium hydroxide. Weak base എന്ന് പറയുന്നത് ആരൊക്കെയാണ്? lithium hydroxide and beryllium hydroxide. അവർ എന്ത് ചെയ്യുള്ളൂ? partially മാത്രമേ ionize ചെയ്യുള്ളൂ. Okay, now let's move to the classification of base കഴിഞ്ഞു. ഇനി നമ്മൾ ആരെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്? നമ്മൾ പ്രോപ്പർട്ടി കാണാൻ പോകുന്നത്. We are moving to salt. Okay, saltന്റെ കേസിൽ എന്താണ് സംഭവിക്കുന്നത്? First we want to see the properties. Are you able to see the properties of salt? Saltന്റെ കുറച്ച് properties പറയാൻ പറ്റുമോ? Yes, വേഗം പറയാം. Yes, നമ്മുടെ സോൾട്ടിന്റെ ഒരു ഒന്നോ രണ്ടോ മൂന്നോ പ്രോപ്പർട്ടി പറയാം. ഓക്കെ, സോൾട്ടിന് അകത്ത് കുറച്ച് പ്രോപ്പർട്ടീസേ ഉള്ളൂ, വളരെ ചെറിയൊരു ടോപ്പിക് ആണ്. എന്ത് പ്രോപ്പർട്ടിയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? സീതാ ലക്ഷ്മി, യെസ്, നമ്മൾ സോൾട്ടിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ഒരു പ്രോപ്പർട്ടി ഒന്ന് മെൻഷൻ ചെയ്തേ. എനി പ്രോപ്പർട്ടി യു ക്യാൻ ജസ്റ്റ് മെൻഷൻ. ആർ യു ഏബിൾ ടു മെൻഷൻ ദ പ്രോപ്പർട്ടി? സോൾട്ട് എന്ന് പറയുന്നത് എന്താണ് പ്രത്യേകത? ദേ ആർ വെരി ബ്രിട്ടിൽ, ദേ ആർ ഹാർഡ്, they are crystalline. അല്ലെ, ഈ പിക്ചറിൽ നിന്ന് തന്നെ it is crystal clear. They are crystalline. And also some salts are soluble in water and some salts are not soluble in water. Solids ന്റെ അല്ലെങ്കിൽ saltന്റെ നേച്ചറിന് അനുസരിച്ചിട്ടാണ് solubility ഉള്ളത് അല്ലെ. Next, let's see. Yes, we are having acidic salt, we are having basic salt, we are having neutral salt. ഇന്നുള്ള salt ഒക്കെ ഉണ്ട്. Yes, very good. Let's see the examples of salt. Okay, examples പോകുന്നതിന്റെ മുന്നേ നമുക്ക് salt എങ്ങനെയാണ് കിട്ടുന്നത്? With the help of the neutralization reaction. അല്ലെ, neutralization reaction നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? Salt കിട്ടുന്നു. Neutralization reaction means acid and base reacts together to give salt and water. For an example, here I have taken sodium hydroxide as the base and HCl as the acid. നമുക്ക് കിട്ടുന്ന salt ഏതാണ്? It is NaCl അല്ലെ, NaCl and H2O. നമുക്ക് വാട്ടറും കിട്ടുന്നുണ്ട്, ശരിയല്ലേ? So now let's see the common salt NaCl, sodium chloride. Yes, it is formed by neutralization reaction. Excellent. ഇനി നമ്മൾ എങ്ങോട്ടേക്കാണ്? Let's see some of the examples. Okay, sodium chloride, NaCl is an example. Potassium chloride, lithium bromide and calcium nitrate. ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾസ് ആണ്? സോൾട്ടിന്റെ എക്സാമ്പിൾസ് ആണ്. Now let's see the classification of salt. Okay, based on dissociation in water. എന്ത് സംഭവിക്കുന്നു? Yes, it may dissociate completely. ചില സോൾട്ട് എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നു. ചില സോൾട്ട് എന്ത് ചെയ്യുന്നു?
dissociate incompletely. Partial dissociation മാത്രമേ നടക്കുന്നുള്ളൂ. Okay. And also based on the nature of the salt. Salt in the സ്വഭാവത്തിന് അനുസരിച്ച് it is classified into 3 categories. They are neutral salt, they are acidic salt, and they are basic salt. Okay, നമ്മൾ തൊട്ട് മുന്നേ ആരോ പറഞ്ഞിരുന്നു. ആരായിരുന്നു പറഞ്ഞത്? I forgot the name. 3 salt ഉണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നല്ലോ. ഇനി കമന്റ്സിൽ കാണുന്നില്ല. Let's see. ഏതോ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ന്യൂട്രൽ salt. Example here it is given NaCl. Acidic salt it is CuSO4 copper sulfate, and basic salt it is Na2CO3. Okay, sodium carbonate. Now let's move to the another section. ഏതാണ് section? Chemical properties of acids and base. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, ആസിഡ്സിന്റെയും ബേസിന്റെയും കെമിക്കൽ പ്രോപ്പർട്ടീസ്. തൊട്ട് മുന്നേ ആദ്യം ഒരാൾ കമന്റ് പറഞ്ഞിരുന്നു ബേസ് ആസിഡിനെ പോലെ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ലെറ്റ്സ് ചെക്ക് വെദർ ദാറ്റ് പോയിന്റ് ഇസ് റൈറ്റ് ഓർ നോട്ട്. ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ടോട്ടൽ വി ആർ ഹാവിംഗ് ഹൗ മെനി റിയാക്ഷൻസ്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫുൾ എക്സ്പെരിമെന്റ്സ് തന്നിട്ടുണ്ട് അല്ലെ. ഓരോരോ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് നമ്മൾ ഓരോരോ ഒബ്സർവേഷൻ കൊണ്ടുവന്നു. ആ ഓരോരോ ഒബ്സർവേഷൻ ആണ് എന്താ നമ്മുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് ഞാൻ ഓർഡറിലായിരിക്കില്ല തരുന്നത്, പക്ഷെ എന്നാലും നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് when acid plus base what we are getting? Yes, എന്താണ് കിട്ടുന്നത്? We are getting salt and water. തൊട്ട് മുന്നേ നമ്മൾ എന്തിൽ പറഞ്ഞു? ന്യൂട്രലൈസേഷനിൽ പറഞ്ഞു അല്ലെ. നമുക്ക് രണ്ട് പ്രോഡക്ട്സ് കിട്ടുന്നുണ്ട്, സാൾട്ടും വാട്ടറും കിട്ടുന്നുണ്ട്. This reaction is known as neutralization reaction. The next one. Yes, let's see the next one. What is the next one? Acids plus metal gives what? Acids plus metal gives salt and hydrogen gas. ഇവിടെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഹൈഡ്രജൻ ഗ്യാസിനെയാണ്. കാരണം നിങ്ങളുടെ എക്സാമിന് ചോദിക്കും ഏതായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും ആസിഡ്സ് ഒക്കെ ആയിരിക്കും തരുന്നുണ്ടാവുക. ആസിഡ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ആസിഡ്സും മെറ്റലും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ആരെയാണ് കിട്ടുന്നത്? ഹൈഡ്രജൻ ഗ്യാസിനെയാണ് കിട്ടുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ബേസ് മെറ്റലായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടോ? ലെറ്റ്സ് ചെക്ക്. ദ ബേസ് മെറ്റലായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്? We are obtaining salt and hydrogen gas. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ബേസിന്റെ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ബേസും മെറ്റലായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് രണ്ട് പ്രൊഡക്ട്സ് ആണ്. എന്താണ്? സോൾട്ടും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഹൈഡ്രജൻ ഗ്യാസും കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി തെറ്റിപ്പോവരുത്. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് പോയിന്റ്. ഏതാണ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്? മെറ്റൽ കാർബണേറ്റ് പ്ലസ് ആസിഡ്. ആസിഡും മെറ്റൽ കാർബണേറ്റും റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു പ്രൊഡക്ട്സ് ആണ് കിട്ടുന്നത് അല്ലെ. മെറ്റൽ കാർബണേറ്റ്, ആ പേര് തന്നെ കുറച്ച് വലുപ്പമുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്ട്സും കുറച്ച് വലുപ്പമുണ്ട്. ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത്? ജസ്റ്റ് പുട്ട് കമന്റ്സ് ഇൻ ദ കമന്റ് സെക്ഷൻ. നിങ്ങൾ കമന്റ്സ് ഇടുക. ഓക്കെ, ഇവിടെ ആൻസർ കാണിക്കുന്നുണ്ടെങ്കിലും കമന്റ്സ് ഇടുക. ഓക്കെ, നമുക്ക് എത്രയാണ്? 3 പ്രൊഡക്ട്സ് ആണ്. സോൾട്ട്, വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ശ്രദ്ധിക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ്? മെറ്റൽ കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് വൺ, മെറ്റൽ ബൈകാർബണേറ്റുമായിട്ട് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ this was metal carbonate and this is metal bicarbonate. മെറ്റൽ ബൈകാർബണേറ്റുമായിട്ട് ആസിഡ്സ് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാമാണ് കിട്ടുന്നത്? Yes, we are getting salt, water and carbon dioxide. മെറ്റൽ ബൈകാർബണേറ്റ് വലിയ പേരാണ്. ഒരുപാട് പ്രൊഡക്ട്സ് കിട്ടുന്നുണ്ട്. salt, water and carbon dioxide. Okay. Yes, very good. Salt, water, carbon dioxide. ഓരോന്നും ടൈപ്പ് ചെയ്യാതെ അല്ലെ, മൂന്നും ഒന്നിച്ച് ടൈപ്പ് ചെയ്തോടെ. സോൾട്ട്, വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. മൂന്നും ഒറ്റൊരു കമന്റിൽ തീർന്നില്ലേ? ജസ്റ്റ് പുട്ട് യുവർ കമന്റ്സ്. ഇങ്ങനെ കമന്റ് ചെയ്തതൊന്നും തെറ്റൊന്നും അല്ല കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. Now let's see the next point. When metal oxides react with acids. എന്താണ്? മെറ്റൽ ഓക്സൈഡ്സ് ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെറ്റൽ ഓക്സൈഡ്സ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ we are getting salt and water. അതേപോലെ തന്നെ നോൺ മെറ്റൽ ഓക്സൈഡ്സ് ആരാണ്? നോൺ മെറ്റൽ ഓക്സൈഡ്സ് ബേസ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ we are getting salt and water. ഇവിടെ ശ്രദ്ധിക്കുക, മെറ്റൽ ഓക്സൈഡിന് ബേസിക് നേച്ചർ ആണ് കേട്ടോ. എന്താണ്? മെറ്റൽ ഓക്സൈഡ്സിന് ബേസിക് നേച്ചർ ആണ്. അപ്പോൾ അവർ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആസിഡ് ആൻഡ് ബേസ്, സോൾട്ട് ആൻഡ് വാട്ടർ നമ്മൾ ഫസ്റ്റ് ന്യൂട്രലൈസേഷൻ കണ്ടു.
അതേപോലെ നമുക്ക് എന്ത് കിട്ടുന്നു? metal oxide which are having basic nature, when react with acid we are getting salt and water. അങ്ങനെയാണെങ്കിൽ ഈ ബേസ് എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യേണ്ടത്? acidic സ്വഭാവമുള്ള ആളായിട്ടാണ് അല്ലെ. നോൺ മെറ്റൽ ഓക്സൈഡ് അല്ലെങ്കിൽ നോൺ മെറ്റാലിക് ഓക്സൈഡ് ഷോസ് what character? acidic character, therefore we are getting salt and water. ഓക്കെ, സോ നമ്മുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ ടെക്സ്റ്റിൽ 4-5 പേജ് ഉണ്ട്. നമ്മൾ പക്ഷെ ഒറ്റ സ്ലൈഡിൽ എന്ത് ചെയ്തു? എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇഫ് യു വാണ്ട് ജസ്റ്റ് ടേക്ക് എ സ്ക്രീൻഷോട്ട് ആൻഡ് കീപ് ഇറ്റ് ഇൻ യുവർ ഹാൻഡ്സ്. എക്സാമിന്റെ തലേന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാം. ഓക്കെ, മെറ്റൽ ഓക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ. എക്സലന്റ് സീതാ ലക്ഷ്മി. ആ ടീച്ചറിന്റെ പേരിൽ ചെറിയ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ശ്രീലക്ഷ്മി, നിങ്ങളുടെ സീതാ ലക്ഷ്മി. ഓക്കെ, ഫൈൻ. Now let's move to the next point, importance of pH in everyday life. You all know pH scale. pH scale la 7 ennu parayunnathu endana? It is neutral. Alle neutral ennu parnal they won't show any character of acid and also base. 7 il ninnu thaalathekku varana 6 5 4 3 2 1 0. What happens? Yes, endana sambhavikkunnathu? Adinte acidic character കൂടുകയാണ് അല്ലെ. 7-ൽ താഴത്തേക്ക് ആസിഡ്സ് ആണ്. നമ്മൾ ഏറ്റവും 0ലേക്ക് പോകുന്നതിനനുസരിച്ച് acidic character കൂടുകയാണ് ചെയ്യുന്നത്. മിൻഹ ഫാത്തിമ, ഹായ്. 10th സ്റ്റേറ്റിന്റെ ക്ലാസ് ഇല്ലല്ലോ, വിഷമിക്കേണ്ട. എല്ലാ ക്ലാസ്സസും 100% ആയിട്ട് വരും. കാരണം ഡെയിലി 7:30ക്ക് നിങ്ങൾക്ക് എന്തുണ്ട്? ലൈവ് സെക്ഷൻസ് ഉണ്ട് അല്ലെ. ഓരോരോ ക്ലാസിന്റെയും ഓരോരോ സെക്ഷൻസിന്റെയും ഓരോരോ ടീച്ചർ നല്ല നല്ല ഫാക്കൽറ്റീസ് ആണുള്ളത്. അവരെല്ലാം നിങ്ങൾക്ക് ക്ലാസ് എടുത്തോണ്ടിരിക്കും. ഡോണ്ട് വറി, നിങ്ങൾക്ക് ഒരു ദിവസം എന്തായാലും ഒരു ചാൻസ് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? വൺ തിങ്, ഞായറാഴ്ച നമുക്ക് ക്ലാസ് ഇല്ല കേട്ടോ. ഞായറാഴ്ച ലൈവ് സെക്ഷൻ ഇല്ല. ഇനി എന്താണ്? 7-ൽ കൂടുതലാണെങ്കിൽ 8 9 10 11 12 13 and 14. What happens? They shows basic nature അല്ലെ. നമ്മൾ 14ലേക്ക് പോകുന്നതിനനുസരിച്ച് ബേസിക് നേച്ചർ കൂടുകയാണ് ചെയ്യുന്നത്. ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം മനസ്സിൽ വെക്കുക. കാരണം നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ ഇതെല്ലാം ആവശ്യമുണ്ട്. ഓക്കെ, now let's see the another one, last topic. It is family of salt. Okay, pH ല് നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഫാമിലി ഓഫ് സോൾട്ട്. നമ്മൾ മെയിൻ ഒരുപാട് ഫാമിലീസിനെ കണ്ടു. അതിൽ നിന്ന് ഒരാളെ എടുത്തു, കോമൺ സോൾട്ട്. കോമൺ സോൾട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സബ്സ്റ്റൻസ് ഉണ്ടാക്കാം അല്ലെ. റോ മെറ്റീരിയൽസ് ഫോർ വേരിയസ് മെറ്റീരിയൽസ് ഓഫ് ഡെയിലി യൂസ്. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന പല വസ്തുക്കൾ ഉണ്ടാക്കാം. എന്തൊക്കെ ഉണ്ടാക്കാം? സോഡിയം ഹൈഡ്രോക്സൈഡ്, bleaching powder, baking soda and washing soda. Okay, this is very important part. കണ്ണടച്ച് വിശ്വസിച്ചോളൂ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. കാരണം ഇതിന്റെ എല്ലാം പ്രിപ്പറേഷൻ, ഇതിന്റെ എല്ലാം പ്രോപ്പർട്ടീസ്, ഇതിന്റെ എല്ലാം യൂസസ്, ഇതിന്റെ എല്ലാം ഫോർമുലാസ് 100% ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ടെക്സ്റ്റിലുണ്ട്. നമ്മുടെ ക്ലാസ്സസ്, സൈലം തന്നിരിക്കുന്ന ക്ലാസ്സസിന്റെ അകത്ത് എല്ലാ പോയിന്റ് അടക്കം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് കാണുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, 10th സ്റ്റേറ്റിന്റെ മാത്സ് വേണം. ഫൈൻ, ഞാൻ പറഞ്ഞു ടീച്ചേഴ്സ് ഒരുപാട് വെയിറ്റിംഗ് ആണ്. ടീച്ചേഴ്സ് ചാൻസ് കിട്ടാൻ കാത്തിക്കാണ് നിങ്ങൾക്ക് ക്ലാസ് തരാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇതിന്റെ മുന്നേ നിങ്ങൾക്ക് എന്താണ് ഷോർട്സ് നിങ്ങൾക്ക് കാണാം ഏതൊക്കെ ക്ലാസ് എന്തൊക്കെയാണ് ഉള്ളത്. അതിനനുസരിച്ച് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, now let's move to our MCQs. നമ്മൾ ഇനി എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, let's discuss each and every question. So first question എന്താണ് തന്നത്? Yes, bleaching powder ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. First question, it is which one of the following is acidic? Comment your answers first. ആരാണ് ഫസ്റ്റ് കമന്റ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. Which of the following is acidic in nature? The options are lemon juice, tomatoes, milk and all. ഏതൊക്കെയാണ്? നോട്ട്സ് എവിടുന്ന് കിട്ടും? നമ്മുടെ യൂട്യൂബ് ചാനലിൽ, സോറി നോട്ട് യൂട്യൂബ് ചാനൽ, നമ്മുടെ സൈലം ആപ്പിലെ മെമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ അതെല്ലാം അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ചാപ്റ്റേഴ്സിന് അനുസരിച്ച് നമ്മൾ നോട്ട്സ് ഒക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവരോട് ചോദിച്ചാൽ അറിയാം. സോറി, നമ്മുടെ ആൻസർ പോയി. ഫിസ സുബൈർ, ഓൾ. ഫൈൻ, ഫസ്റ്റ് ആൻസർ അവിടെ നിന്നാണ് വന്നത്. ഓപ്ഷൻ ഡി ആഞ്ചലീന. ഓപ്ഷൻ ഡി യെസ്. വെദർ ഇറ്റ് ഇസ് എ റൈറ്റ് ആൻസർ ഓർ നോട്ട്? ലെമൺ ജ്യൂസ്. ഫൈൻ, ലെമൺ ജ്യൂസ് കറക്റ്റ് ആണ്. ലെമൺ ജ്യൂസിനകത്ത് ആസിഡ് ഉണ്ട്. നമുക്ക് നമ്മുടെ ആൻസർ കറക്റ്റ് ആണോ അല്ലയോ എന്നൊന്നും നമുക്ക് ചെക്ക് ചെയ്താലോ? യെസ്, which one of the following is acidic? All. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ
ആദ്യം പറഞ്ഞ 3 ഓപ്ഷനും എന്ത് തന്നെയാണ്? അസിഡിക് കണ്ടന്റ് ഉള്ള ആള് തന്നെയാണ്. ഓക്കെ, സോ ലെറ്റ്സ് സീ ഈച്ച് ഓഫ് ദ മെറ്റീരിയൽസ്. ഓരോരോ വസ്തുക്കളും കാണാം. നിങ്ങൾ ചെയ്യേണ്ടത് you have to say which acid is present in it. Okay, the first one here, it is given lemon. ലെമന്റെ അകത്ത് ഏത് ആസിഡ് ആണുള്ളത്? ഇറ്റ് ഇസ് യുവർ ചാൻസ്. ഞാൻ പറഞ്ഞു തരില്ല, നിങ്ങൾ പറഞ്ഞു തരണം. ലെമന്റെ അകത്ത് ഏത് ആസിഡ് ആണുള്ളത്? യെസ്, ജെനോസി. എങ്ങനെ ഡി പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ്. ഡി, ഓൾ. ഇറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. യെസ്, ഒന്ന് പറഞ്ഞേ. ലെമന്റെ അകത്ത് which acid we are having? Next, you have to say about the tomato. After that, you have to say about the milk. Okay. First one, no. Angelina Mary, Cabral lactic. എനിക്ക് തോന്നുന്നു സ്പീഡിൽ അടിച്ചപ്പോൾ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു തോന്നുന്നു. കുഴപ്പമില്ല. അലീഷ, സിട്രിക് ആസിഡ്. കൈലാസ്, സുരേഷ്, സിട്രിക് ആസിഡ്. ജ്യോതിക, സീത ലക്ഷ്മി. യെസ്, എല്ലാവരും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. which is the acid present in it? lemon, we can see the citric acid. എങ്ങനെ വേണമെങ്കിലും MCQs നമുക്ക് ചോദിക്കാം. എല്ലാ കണ്ടന്റ്സും അറിഞ്ഞു കഴിഞ്ഞാൽ it will be very easy for you to answer it. Okay, next one we are having a tomato. Tomato ന്റെ ആരാണ്? അലീഷ. Yes, first പറഞ്ഞിട്ടുണ്ട്. It is oxalic acid. Pizza, കൈലാസ്. സുഹൈദ, പിസ. Yes, sorry, പിസ അല്ല. പിസയുടെ ഇടയിൽ ലാക്റ്റിക്. മൂന്നാമത്തതും പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തത് ഫസ്റ്റ് പറഞ്ഞത് നമ്മുടെ പിസയാണ്. സോ നമ്മുടെ ടൊമാറ്റോന്റെ അകത്തുള്ള ആസിഡ് ഏതാണ്? ഓക്സാലിക് ആസിഡ്. ഡെയിലി അമ്മമാര് കറി വെക്കാറുണ്ട്, തക്കാളി യൂസ് ചെയ്യാറുണ്ട്. ഈ തക്കാളിന്റെ അകത്തുള്ളത് എന്താണ്? ആസിഡ് ആണ്. നാളെ നിങ്ങൾ അമ്മ കറി വെക്കുമ്പോൾ അമ്മയോട് പറയാ, ഓ അമ്മ ആസിഡ് വെച്ചിട്ടാണല്ലേ കറി ഉണ്ടാക്കുന്നത്, ഓക്സാലിക് ആസിഡ് വെച്ചിട്ടല്ലേ കറി ഉണ്ടാക്കുന്നത് പറഞ്ഞോളൂ. തെറ്റൊന്നുമില്ല, കാരണം ടൊമാറ്റോ കൺസിസ്റ്റ് ഓഫ് ഓക്സാലിക് ആസിഡ്. ഓക്കെ, now let's see milk already പറഞ്ഞു കഴിഞ്ഞു. വെരി ഗുഡ്, എല്ലാവരും പറയുന്നുണ്ട്. പിസ്സ ഫസ്റ്റ് പറഞ്ഞു, ബാക്കി എല്ലാവരും മിൽക്ക്. ഗൗതം കൃഷ്ണ, അൻസലീന, ആർഷ. ഏതാണ് ആൻസർ വരുന്നത്? മിൽക്ക് കൺസിസ്റ്റ് ഓഫ് ലാക്റ്റിക് ആസിഡ്. ഓക്കെ, മിൽക്കിന്റെ കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രഷ് മിൽക്കിനകത്ത് ആസിഡ് ആയിരിക്കില്ല, ലാക്ടോസ് ആണ് ഉള്ളത്. ലാക്ടോസ് ആണ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? നമ്മുടെ ലാക്റ്റിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അല്ലെ, നമ്മൾ എന്താണ്? പാലിനകത്ത് ലാക്റ്റിക് ആസിഡ് ഉണ്ട്. ലാക്റ്റിക് ആസിഡ് കൂടുക എന്ന് പറഞ്ഞാൽ പാൽ നമുക്ക് എന്താക്കി മാറ്റാൻ കഴിയുന്നുണ്ട്? തൈരാക്കി മാറ്റാൻ കഴിയുന്നുണ്ട്. ഓക്കെ, സോ കേർഡിന്റെ അകത്തും എന്തുണ്ട്? ലാക്റ്റിക് ആസിഡ് ഉണ്ട്. Now can I give you some more examples? കുറച്ചും കൂടി എക്സാമ്പിൾസ് തന്നാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ത് ആസിഡ് ആണ് ഉള്ളത് എന്നുള്ളത്? So here you can see more examples. ഞാൻ ഉറുമ്പ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ I have taken the ant. Stomach is there. As you all know, stomach consists of acid. Stomach ഉണ്ട്, soft drinks ഉണ്ട്, പിന്നെ എന്താണ്? Yes, you are having a vinegar bottle also. Just tell me the acids that is present in it. Mr. Duck, hi. ഇപ്പോഴാണോ ക്ലാസ്സിലേക്ക് കയറി വരുന്നത്? ഇപ്പോഴാണോ ഹായ് പറയുന്നത്? എല്ലാവരും ഇപ്പൊ ആക്റ്റീവ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻസർ പറയാൻ തുടങ്ങിക്കോളൂ കേട്ടോ. യെസ്, ഫസ്റ്റ് ഐ വാണ്ട് ടു ഗെറ്റ് ദ ആൻസർ ഫോർ ആൻഡ്. എറുമ്പിന്റെ ആദ്യം പറഞ്ഞേ. ആൻഡ് മെത്തനോയിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. എനിക്ക് തോന്നുന്നു സ്റ്റൊമക്ക് ആണ് പറഞ്ഞതെന്ന് തോന്നുന്നു. വിനീഗർ, അസറ്റിക് ആസിഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഒരുപാട് ആൻസേഴ്സ് വരുന്നുണ്ട്. Stomach, HCl. Let's check the answers. Okay, ആൻറ്റിന്റെ അകത്തുള്ള ആസിഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഫോമിക് ആസിഡ്. ഓക്കെ, അപ്പൊ നമ്മുടെ എറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു നീറ്റൽ ഫീൽ ചെയ്യാറുണ്ട്, ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദിസ് ഫോമിക് ആസിഡ്. ഈ ആസിഡ് നമ്മുടെ കയ്യിലേക്ക് ഇഞ്ചക്റ്റഡ് ആവും. ചെറിയ ശതമാനം, ചെറിയ കണ്ടന്റ് ആവുന്നുള്ളൂ എങ്കിൽ പോലും വി ഫീൽ ഇറിറ്റേഷൻ ബിക്കോസ് ഓഫ് ഫോമിക് ആസിഡ്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ആര് ചോദിച്ചാലും പറയാ ഇറ്റ് ഈസ് ഫോമിക് ആസിഡ്. വാട്ട് അബൌട്ട് ദ സ്റ്റൊമക്ക്? വയറിന്റെ അകത്ത്? യെസ്, നിങ്ങളെ ബയോളജി ടീച്ചർ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടാവും. ചെറിയ ക്ലാസ് മുതൽക്കേ നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമാണ്. വയറിന്റെ അകത്ത് ആസിഡ് ഉണ്ട് അല്ലെ? ആ ആസിഡ് എന്ത് ആസിഡ് ആണ്? ഇറ്റ് ഈസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ആരാണ്? നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ്. സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ കാര്യം ആരും പറഞ്ഞു ഞാൻ കേട്ടില്ലല്ലോ. സീതാ ലക്ഷ്മി, സോഫ്റ്റ് ഡ്രിങ്ക് ഇറ്റ് ഈസ് കാർബോണിക് ആസിഡ്. ഓക്കെ, ഫൈൻ, കാർബോണിക് ആസിഡ്. RDX vlog, ഹായ്. യെസ്, എല്ലാവരും ഹായ് ഒക്കെ പറയാം. അതിന്റെ കൂടെ ആൻസേഴ്സ് കമന്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ കാർബോണിക് ആസിഡ്സ് ആണ് ഏതൊരു സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ അകത്തും ഉള്ളത് കേട്ടോ. നെക്സ്റ്റ് വൺ ഇറ്റ് ഇസ് വിനീഗർ. ഫസ്റ്റ് തന്നെ എനിക്ക് കമന്റ് വന്നു, വിനീഗർ കൺസിസ്റ്റ് ഓഫ് acetic acid. So this is all about the examples. Now let's move to the second question. Okay, നമ്മൾ എങ്ങോട്ടേക്കാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Which of the following statement are true
acids. I'm sorry. Which of the following statements are true for acids? Acids ne kurichu theniyana chodikkunnathu. Comment cheya. What is the comment? Yes, someone is asking a question. Kailash Suresh, ma'am, formic and മെത്തനോയിക് ആസിഡ് രണ്ടും ഒന്നല്ലേ? നമ്മൾ ചെറിയ സെക്ഷൻസിൽ നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്ത് മെത്തനോയിക് ആസിഡ് എന്ന് കാണാറുണ്ട്. പക്ഷെ നിങ്ങളുടെ ഓപ്ഷൻസിൽ ഫോമിക് ആസിഡ് ആണെങ്കിൽ യു ഹാവ് ടു പുട്ട് ആൻസർ ഫോർ ഫോമിക് ആസിഡ്. ഓക്കെ, മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് ഫോമിക് ആസിഡ് ആയിട്ട് തന്നെയാണ്. നെക്സ്റ്റ്, യെസ്, ഈ സെക്ഷൻ നമ്മൾ ആൻസർ ചെയ്യാം. ഓക്കെ, 1 minute നിങ്ങളുടെ കമന്റ് അപ്പോഴേക്ക് പോയി കഴിഞ്ഞു. നെക്സ്റ്റ് വൺ എന്താണ്? ഓപ്ഷൻ സി ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എയും ഡി ഒക്കെ വരുന്നുണ്ട്. ലെറ്റ്സ് ചെക്ക് ഈച്ച് ക്വസ്റ്റ്യൻ. ഓക്കെ, bitter and change red litmus to blue, sour and change red litmus to blue, sour and change blue litmus to red, bitter and change blue litmus to red. ഇതിൽ എങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻസ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നത്? As we all know, acids are having sour taste, അല്ലെ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആദ്യത്തെയും ലാസ്റ്റ് ഓപ്ഷനും അല്ല, ഓപ്ഷൻ എയും ഡിയും അല്ല, കാരണം they have given bitter taste. അപ്പൊ നമ്മുടെ സംശയം എന്ത് വന്നു? ബി ആണോ സി ആണോ എന്ന് വന്നു, അല്ലെ? ഇപ്പൊ എയും ഡി ഒക്കെ പോയി, ഇപ്പൊ എല്ലാവരും സി ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? ബിക്കോസ് ഇറ്റ് ഇസ് ഓപ്ഷൻ. ഒരു തവണ കുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറ്റാൻ പറ്റില്ല, അല്ലെ? നമ്മൾ പിന്നെ അതിനെ പറ്റി ആലോചിക്കില്ല. അപ്പൊ നമ്മൾ ഓപ്ഷൻ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ട്രിക്കി ആയിട്ട് ആലോചിക്കുക കേട്ടോ. ഇത് സോറ് കണ്ടു, ഞാൻ അത് രണ്ടും വെച്ചു, ബാക്കി രണ്ടും ഞാൻ കട്ട് ചെയ്തു. ഇനി നമുക്ക് അറിയേണ്ടത് whether it changes red litmus to blue or blue litmus to red. നേരത്തെ പിക്ചറിൽ ഞാൻ നമ്മൾ പ്രോപ്പർട്ടീസിൽ പിക്ചർ തന്നതുകൊണ്ട് നിങ്ങൾ ഈസി ആയിട്ട് പറഞ്ഞു. ഇനി നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം? വി ആർ ഹാവിംഗ് ആൽഫബറ്റ്സ്, അല്ലെ? ആൽഫബറ്റ്സ് ഉണ്ട്, എ ബി സി ഡി ഇ എഫ് ജി. ബാക്കി മുഴുവൻ ഞാൻ പാടുന്നില്ല. വി ജസ്റ്റ് നീഡ് ദ ഫസ്റ്റ് 2 letters. ആരൊക്കെയാണ്? എ ബി. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? എ ബി എന്ന് എഴുതാണ്. ഓക്കെ, ശ്രദ്ധിക്കേണ്ടത് എ സ്റ്റാൻഡ്സ് ഫോർ ആസിഡ് ആൻഡ് ബി സ്റ്റാൻഡ്സ് ഫോർ ബ്ലൂ. ആസിഡ്സ് എന്ത് ചെയ്യുന്നു? ബ്ലൂ ലിറ്റ്മസിനെ എന്താക്കി മാറ്റുന്നു? റെഡ് കളർ ആക്കി മാറ്റുന്നു. Is it easy for you? എ ബി എന്ന് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ആൽഫബറ്റ്സിലെ ഫസ്റ്റ് 2 letters ആണ്. ഇറ്റ് ഇസ് എ ബി. Acids change blue litmus to red. അങ്ങനെയാണെങ്കിൽ ഏത് ഓപ്ഷൻ ആണ് നമുക്ക് വരുന്നത്? Acids turn blue litmus to red. Therefore, the option it is option C. Let's check the answer. Manas, sorry, hi, miss, say hi. എല്ലാവർക്കും hi. Acid changes blue litmus. C എന്ന് ടൈപ്പ് ചെയ്ത് മതിയായിട്ടാണ് തോന്നുന്നു. ആൻസേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് എഴുതുന്നുണ്ട്. എക്സലന്റ് മൈ ഡിയേഴ്സ്, വളരെ നന്ദി കേട്ടോ, വളരെ നന്നായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്. മാനസ്, ജാടയാണോ? ജാടയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഐ ഡോണ്ട് നോ വെദർ യു ഫീൽ സോ. ഐ എം സോ സോറി, ഐ കാൻറ്റ് ഡു എനിത്തിങ് എൽസ് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എ ബി സി ഡി ഫുൾ പാടൂ പ്ലീസ്. ഞാൻ എന്റെ മോനെ പഠിപ്പിച്ച ഓർമ്മയിൽ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി എക്സ് വൈ ഡബ്ല്യു ആൻഡ് സി. മതിയോ? ആർ യു സാറ്റിസ്ഫൈഡ്? ഇനി ജാടയുണ്ടെന്ന് പറയരുത് കേട്ടോ. അപ്പൊ നമ്മൾ എന്താണ്? എ ബി ഗിവ്സ് റെഡ് എന്ന് പഠിച്ചു. സോ വിച്ച് ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ? ഇറ്റ് ഇസ് ഓപ്ഷൻ സി. സോർ ആൻഡ് ചേഞ്ച് ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. ഓക്കെ, സോർ ടേസ്റ്റ് ആണ്, മാത്രമല്ല ബ്ലൂ ലിറ്റ്മസ് എന്താക്കി മാറ്റുന്നു? റെഡ് കളർ ആക്കി മാറ്റുന്നു. ഇല്ല, വെറുതെ പറഞ്ഞതാ മിസ്സേ. ഓ, എ ബി സി ഡി പാടേണ്ടി വന്നു അല്ലേ നിങ്ങൾ വെറുതെ പറയാൻ വേണ്ടിയിട്ട്. Now let's move to the next section. Next question. വേഗം ആൻസർ ചെയ്യാം. ഓക്കെ, ഓപ്ഷൻസ് ഇട്ടാലും മതി. Which one of the following gives the correct increasing order of acidic strength? എന്താണ് acidic strengthനെ കുറിച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. എന്ത് ചെയ്യാ? യെസ്, acidic strength കുറഞ്ഞതിൽ നിന്ന് കൂടുതലേക്ക് നിങ്ങൾ മാർക്ക് ചെയ്യാം. ഏതാണ് കറക്റ്റ് ആൻസർ? Just tell me the correct answer. വാവൊന്നും വേണ്ട, നമ്മുടെ ആൻസേഴ്സ് മാത്രം മതി. I just need to know whether you can understand the content or not. മാത്രമല്ല നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാവാൻ കഴിയൂ? By the comments in your section. ഓക്കെ, നിങ്ങളുടെ സെക്ഷനിലെ കമന്റ്സ് കാണുമ്പോൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ഓക്കെ, യെസ്, ഏതാണ് ഓപ്ഷൻസ്? ഓപ്ഷൻ എ വരുന്നുണ്ട്, ഓപ്ഷൻ ഡി വരുന്നുണ്ട്. ഇതെങ്ങനെ നമുക്ക് ട്രിക്കി ആയിട്ട് എഴുതാം? ലെറ്റ്സ് സീ. നമുക്ക് എല്ലാവർക്കും അറിയാം pH വാല്യൂ 7 എന്ന് പറയുന്നത് വാട്ടർ ആണ്, അല്ലെ? വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഡസന്റ് ഷോ എനി ക്യാരക്ടർ ഓഫ് ആസിഡ് ആൻഡ് ബേസ്. സോ നമുക്ക് എന്ത് പറയാം? ചെറുതിൽ നിന്ന് ആസിഡിറ്റി കൂടിയതിലേക്കാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ വാട്ടർ അല്ലേ ആദ്യം വരിക, കാരണം വാട്ടർ രണ്ട് സ്വഭാവം കാണിക്കില്ല, ആസിഡും അല്ല ബേസും അല്ല.
അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തെല്ലാം പോയി? നമ്മുടെ ഓപ്ഷൻ സിയും പോയി, ഓപ്ഷൻ ഡിയും പോയി. ശരിയല്ലേ? ഇനി നമുക്ക് ആരൊക്കെ ഉള്ളൂ? നമ്മുടെ 2 വാട്ടേഴ്സ് മാത്രമേ ഉള്ളൂ അല്ലെ? ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അസിറ്റിക് ആസിഡ് ആണോ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണോ? അസിറ്റിക് ആസിഡ് നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അസിറ്റിക് ആസിഡിന്റെ പ്രത്യേകത എന്താണ്? യെസ്, അമൃത പി. വാട്ടർ, അസിറ്റിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. എല്ലാവരും ഓപ്ഷൻസ് ഇട്ട് കളിക്കുമ്പോൾ അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. നമുക്ക് എന്ത് ചെയ്യാം? A, teacher, is it correct? Correct ആണോ ഇല്ലെന്ന് ഞാൻ ഇപ്പം തന്നെ പറയാം. ഏതായിരിക്കും? അസിറ്റിക് ആസിഡ്. ഇറ്റ് ഈസ് ഇൻ വിനീഗർ. വിനീഗറിനകത്ത് വിരലിട്ടാ പുള്ളി പോകുന്നുണ്ടോ? ഇല്ല. ബിക്കോസ് അവിടെ അസിറ്റിക് ആസിഡിന്റെ പെർസെന്റേജ് കുറവാണെങ്കിൽ പോലും നമുക്ക് എന്ത് പറയാം? യെസ്, അസിറ്റിക് ആസിഡ് ആണ് സെക്കൻഡ് വരുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇറ്റ് ഈസ് വെരി സ്ട്രോങ് ആസിഡ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതായിരിക്കും? It is none other than option A. The correct answer, it is option A. എന്താണ്? Water, acidic acid and hydrochloric acid. Very good. എല്ലാവരും ഈ ടൈപ്പ് ചെയ്തു, അവർക്കൊക്കെ വെരി ഗുഡ്. ഓക്കെ, നൗ ക്യാൻ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോറി, ബിഫോർ മൂവിംഗ് ടു ദാറ്റ് ക്വസ്റ്റ്യൻ, let's see something about acetic acid and hydrochloric acid. Okay, acetic acid ne kurichu ivide endana parayunnathu? Acetic acid is also known as ethanoic acid. Endana ethanoic acid ennu vilikkunnu? Is an organic chemical compound best recognized for giving vinegar its sour taste and pungent smell. Acetic acid vinegar il കാണുന്നു, അതിനെ ethanoic acid എന്നും നമ്മൾ വിളിക്കുന്നു. മാത്രമല്ല സോർ ടേസ്റ്റും ഒരു പഞ്ചന്റ് സ്മെല്ലുമാണ്. പഞ്ചന്റ് സ്മെൽ എന്ന് പറഞ്ഞാൽ ഒരു കുത്തുന്ന സ്മെല്ല് കേട്ടോ. ഇറ്റ് ഈസ് വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡ്സ് എന്ന് പറഞ്ഞാൽ ആസിഡ്സിലെ ഒരു കൂട്ടം ആൾക്കാരാണ്. ഓക്കെ, ഒരു കാറ്റഗറിയാണ്. ആ കാർബോക്സിലിക് ആസിഡിലെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ആസിഡ് ആണ്. ഇറ്റ് ഈസ് അസിറ്റിക് ആസിഡ് and has the chemical formula CH3COOH. Okay, now let's see about the hydrochloric acid. Hydrochloric acid, it is also known as muriatic acid. എന്താണ്? Muriatic acid is an aqueous solution of hydrogen chloride. Chemical formula, it is HCl. Yes, and it is the colorless solution with a distinctive pungent smell. HCl നും എന്തുണ്ട്? Pungent smell ഉണ്ട്, sour taste ആയിരിക്കും. It is classified as a strong acid. So sour taste എന്ന് പറഞ്ഞാൽ പോയി ഒരിക്കലും HCl ടേസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. Because it is a very strong acid, it may cause harm. Okay, it is a component of gastric acid. Gastric acid എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വയറുണ്ട്, നമ്മുടെ സ്റ്റൊമക്കിനകത്ത് ആസിഡ് ഉണ്ട്. ആ ആസിഡ് ആണ് in the digestion help ചെയ്യുന്നത്. ആ ആസിഡ് ഏതാണ്? It is a gastric acid which is a HCl. Okay, next one എന്താണ്? In the digestive system of most animals and also in our humans. Okay, so ഇതാണ് acetic acid HCl നെ കുറിച്ചും പറയാനുള്ളത്. Now let's move to the next question. Yes, let's see to the next question, which is a question: which one of the following will turn blue litmus red? Love from Korea, army. Okay, എല്ലാവർക്കും ഹാർട്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ഇപ്പം പഠിക്കുന്നത് കൊറിയയുടെ ബീറ്റ്സ് ഒന്നുമല്ല, കെമിസ്ട്രി ആണ്. ആസിഡും ബേസും സോൾട്ടും ആണ്. സോ ആ വയലറ്റ് ഹാർട്സ് ഒക്കെ കുറച്ചു നേരത്തേക്ക് മാറ്റി വെക്കാം. നമ്മൾ എന്താണ് പഠിക്കുന്നത്? യെസ്, വി ആർ ലേണിംഗ് a chemistry second chapter. സോ വേഗം അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞേ. Which one of the following will turn blue litmus red? Blue litmus red ആക്കി മാറ്റുന്നത് ഇതിൽ ആരാണ്? വെരി ഗുഡ്, ആൻസേഴ്സ് വരുന്നുണ്ട്. കറക്റ്റ്. വിനീഗർ, ലൈം വാട്ടർ, ബേക്കിംഗ് സോഡ ആൻഡ് വാഷിംഗ് സോഡ. ഏതൊക്കെയാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ എന്ന് വന്നിട്ടുണ്ട്, വിനീഗർ എന്ന് വന്നിട്ടുണ്ട്. യെസ്, പുതിയ ആൻസേഴ്സ് എ തന്നെയാണോ? ലെറ്റ്സ് ചെക്ക്. ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യു, നമ്മൾ എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ആസിഡ്സ് ടേൺ ബ്ലൂ ലിറ്റ്മസ് ടു റെഡ് കളർ. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്ത് തന്നെയാണ് ചോദിച്ചത്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വിൽ ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ്? ബ്ലൂ ലിറ്റ്മസ് റെഡ് ആക്കുന്നത് ആരാണ്? അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ്, ബേക്കിംഗ് സോഡ സൊല്യൂഷനുമല്ല, വാഷിംഗ് സോഡ സൊല്യൂഷനുമല്ല അല്ലെ? കാരണം എന്താണ്? കാരണം ഇവർ രണ്ടാളും ബേസിക് കണ്ടന്റ് ഉള്ള ആൾക്കാരാണ്. വാഷിംഗ് സോഡയും ബേസിക് സോഡയും നമ്മൾ എക്സാമ്പിൾസിൽ കണ്ട ആൾക്കാരാണ്. ഇനി നിങ്ങൾക്ക് ഒരു ചെറിയൊരു സംശയം വരും. ആർക്കും സംശയമില്ല, എല്ലാവരും വിനീഗർ വിനീഗർ എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും നിങ്ങളുടെ ഇടയിൽ ഇരിക്കുന്ന ഒന്നോ രണ്ടോ പേർക്ക് ഒരു ചെറിയ സംശയം വരും. ലൈം വാട്ടർ എന്ന് തന്നിട്ടുണ്ട്. ലൈം വാട്ടറും എസിഡിക് ആവാൻ സാധ്യതയില്ലേ എന്നുള്ളൊരു കുഞ്ഞു സംശയം വരും. ലൈം വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ നാരങ്ങ വെള്ളം അല്ല കേട്ടോ. ലൈം വാട്ടർ
It is basic. ചുണ്ണാമ്പ് വെള്ളമാണ്. It is basic in nature. So lime water എന്ത് തന്നെയാണ്? Base ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ്? Let's check the answer. It is vinegar itself. Okay. ഇതാണ് vinegar. ഒരുപാട് പേര് vinegar എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. Very good. Can we move to the next question? Let's see the next question. What is the question here? Which one will not change red litmus to blue? വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചോദ്യം ചോദിക്കാം അല്ലെ? എങ്ങനെ ചോദിക്കാം? നേരത്തെ ഏതാണ് ബ്ലൂ റെഡ് ആക്കുന്നതെന്ന് ചോദിച്ചു. ഇവിടെ ചോദിച്ചത് എന്താണ്? Which one will not change red litmus to blue? NaOH, HCl, KOH, LiOH. ഓപ്ഷൻ ABCD എന്ന് എഴുതുന്ന പകരം ആ ഓപ്ഷൻ ഒന്ന് ടൈപ്പ് ചെയ്യുക. ഈസി അല്ലേ? നമ്മൾ ഫോർമുല തന്നെയാണ് അവിടെ തന്നിരിക്കുന്നത്. എന്താണ് ആൻസർ വരുന്നത്? Whether it is NaOH, whether it is KCl, whether it is KOH, or whether it is LiOH. സംശയമുണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഒരു കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു സംശയം ഉണ്ടെങ്കിൽ എന്നെക്കാട്ടും നന്നായിട്ട് നമ്മുടെ സ്റ്റുഡൻസ് തന്നെ കറക്റ്റ് ചെയ്ത് ആൻസർ പറയുന്നു തോന്നുന്നുണ്ട്. കാരണം എല്ലാവരും അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള മക്കളാണ്, അത്രയും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. So which is the answer? I will just elaborate the names. Okay, formula ഞാൻ just പറയാം. Sodium hydroxide, it is NaOH. HCl, it is hydrochloric acid. KOH, it is potassium hydroxide. Lithium hydroxide. ഇതിൽ ഏതാണ് correct answer? Yes, no doubt, it is HCl itself. അല്ലേ? HCl ആണ് നമ്മുടെ correct answer. കാരണം ബാക്കി എല്ലാതും base ആണ്, HCl ആണ് acid ആയിട്ടിരിക്കുന്നത്. Now let's go to the next question. What is the next question? To protect tooth decay, we are advised to brush our teeth regularly. The nature of the toothpaste commonly used is. നിങ്ങൾ എല്ലാവരും പല്ലേക്കുന്ന ആൾക്കാരാണ്. ഡെയിലി 2 നേരം പല്ലേക്കണം എന്നൊക്കെ പറയാറുണ്ട്. അതിൽ എത്ര പേര് അത് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ പാരന്റ്സിനോട് ചോദിച്ചാലേ അറിയാൻ പറ്റൂ അല്ലെ? സോ ഈ പല്ല് തേക്കുന്നതിന്റെ പുറകിൽ ഒരു കെമിസ്ട്രി ഉണ്ട് അല്ലെ? നമ്മുടെ പാരന്റ്സ് പറയാ പല്ലിൽ കുടുങ്ങിയിരിക്കുന്ന വസ്തുക്കളൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയാം. അതിന്റെ കെമിസ്ട്രി എന്താന്ന് നമുക്ക് ഇപ്പൊ ഡിസ്കസ് ചെയ്യാം. But before that, you have to just answer this question. The nature of the toothpaste commonly used is whether it is acidic, whether it is neutral, whether it is basic, or whether it is corrosive. Option B ഒന്നും വരാനുള്ള സാധ്യതയില്ലല്ലോ. നമുക്ക് ആകെ ABCD യിലെ ഓപ്ഷൻസ് ഉള്ളൂ. ടൈപ്പ് ചെയ്തതിൽ വന്ന മിസ്റ്റേക്ക് ആയിരിക്കാം അല്ലേ? കുഴപ്പമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. മെസ്സേജ് ഒന്നും ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ് ഈസ് ബേസിക്. മാം കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ? ഉറപ്പായിട്ടും ചെയ്യും. നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമ്മൾ എന്തായാലും നിർത്തില്ല. വി വിൽ ബി ഹാവിംഗ് വൺ മോർ സെക്ഷൻ. നമ്മൾ ഒരുപാട് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും ഫ്രം സിമ്പിൾ ടു ഹാർഡ്. ഓക്കെ, നമ്മൾ സിമ്പിൾ നിന്ന് ഹാർഡിലേക്കാണ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, നമ്മുടെ കണ്ടന്റ് മനസ്സിലാക്കി നമ്മൾ ലെവൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ കഴിയും. നമ്മുടെ ലെവൽ നമുക്ക് upgrade ചെയ്യാൻ കഴിയും. Okay, so which is the correct answer for this? Everyone it is telling it is basic. But basic എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു സംശയം വന്നു, ബേസിക്കിന് കയ്പ് ടേസ്റ്റ് അല്ലേ? നമ്മുടെ പേസ്റ്റിന് കയ്പ് ടേസ്റ്റ് അല്ലല്ലോ. ജസ്റ്റ് ഇമാജിൻ, നമ്മുടെ പേസ്റ്റിൽ എന്തുണ്ട്? ഫ്ലേവേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ടേസ്റ്റ് വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾക്ക് ഈ ഓപ്ഷൻ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താണ് പറയുന്നത്? ഞാൻ പറഞ്ഞു കെമിസ്ട്രി ബിഹൈൻഡ് ആ ടൂത്ത് പേസ്റ്റ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഭക്ഷണങ്ങൾ എന്ത് ചെയ്യുന്നു? പല്ലിന്റെ ഇടയിൽ കുടുങ്ങുന്നുണ്ട്. ആസ് യുവർ പാരന്റ്സ് ടെൽ അല്ലെ? പാരന്റ്സ് പറയുന്ന പോലെ തന്നെ. പക്ഷെ ഈ ഭക്ഷണത്തിന്റെ ഉള്ളിൽ എന്തുണ്ട്? വി ആർ ഹാവിങ് എ വാട്ട്? യെസ്, വി ആർ ഹാവിങ് ആസിഡിക് കണ്ടന്റ്. ഈ ആസിഡിക് കണ്ടന്റ് നമ്മൾ ബേസ് അടങ്ങിയിരിക്കുന്ന പേസ്റ്റ് ഉപയോഗിച്ച് തേക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ കഴിയുന്നത്. അതും നമ്മുടെ പേസ്റ്റിന്റെ ഒരു കെമിസ്ട്രി ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഇറ്റ് ഈസ് ബേസിക്. യെസ്, എന്തായാലും ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും ടഫും ഹാർഡും സിമ്പിളും മീഡിയം ഒക്കെ നിങ്ങൾക്ക് തരുന്നതാണ്. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഇറ്റ് ഈസ് ബേസിക്. Whatever the brand may be, നമ്മൾ തേക്കുന്ന പേസ്റ്റിന്റെ അകത്ത് എന്ത് കണ്ടന്റ് ആണുള്ളത്? We are having basic content. Next one, yes, tough ചോദിച്ചു. It is not a tough question. ആരായിരുന്നു? ASHFF. ചെറിയൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എന്നാൽ ചിലർക്ക് അത് ടഫ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ചോദ്യം തന്നിരിക്കുന്നത്? The difference of the molecules of water in gypsum and plaster of Paris is option ഏതൊക്കെയാണ്? 5/2, 2. Sorry, it is not 2B. Okay, അത് 2 എന്നാണ്. ഇത് 2B എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. It is 2. Okay, 3/2 and 1/2. Which is the correct answer? ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ A ആണോ, B ആണോ, C ആണോ, D ആണോ? ഏതാണ്? വേഗം പറയാം. നിങ്ങൾ എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ടെന്ന് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലെ? പക്ഷെ നിങ്ങളുടെ കമന്റ്സ് എന്താ വരാത്തത്? യെസ്, കമന്റ്സ് ഒന്ന് പോന്നോട്ടെ.
ഓപ്ഷൻ 2 ബി ആണോ? യെസ്, പോരട്ടെ. അറിയില്ല മിസ്സേ. ASHFF ഇത് അത്ര ഹാർഡ് ക്വസ്റ്റ്യൻ ഒന്നുമല്ല. ഇറ്റ് ഈസ് എ മീഡിയം ലെവൽ ഇറ്റ്സെൽഫ്. പക്ഷെ ഒന്ന് നമ്മൾ കുറച്ചൊന്ന് ഓർത്തെടുത്തേ, ഓർത്താൽ എന്തായാലും കിട്ടും. ASHFF ആരാന്ന് എന്താ പേരെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഓർത്താൽ എന്തായാലും കിട്ടും. ജസ്റ്റ് ടെൽ മീ ഏതാണ്? ഓപ്ഷൻ ഡി, ഓപ്ഷൻ ബി, ഓപ്ഷൻ എ എന്നൊക്കെ വരുന്നുണ്ട്. മാം 2 എന്ന് വരുന്നുണ്ട്. ലെറ്റ്സ് ചെക്ക് ദ ആൻസർ. ഓക്കെ, സോ ഹിയർ ആൻസർ എന്താണ് തന്നിരിക്കുന്നത്? 3/2 എന്നാണ് തന്നിരിക്കുന്നത്. എന്താണ് തന്നത്? 3/2. ഒരുപാട് കൺഫ്യൂഷൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു. എന്തുകൊണ്ടാണ് 3/2? ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ആർക്കൊക്കെയാണ്? ജിപ്സം ആൻഡ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ജിപ്സത്തിന്റെ ഫോർമുല കാണാം. വാട്ട് ഇസ് ദ ഫോർമുല ഫോർ ജിപ്സം? GNUCR CCC എന്ന് ഇടുന്നുണ്ട്. ജിപ്സത്തിന്റെ ഏതാണ് ഫോർമുല വരുന്നത്? ഇറ്റ് ഈസ് CaSO4.2H2O. ഫോർമുല എന്താണ്? കാൽഷ്യം സൾഫേറ്റ്, CaSO4.2H2O. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൈലാസ് സുരേഷ് മാം 1.5 LA. തൊട്ടു മുന്നേ 2 എന്ന് പറഞ്ഞിരുന്നു, ഇപ്പോൾ അത് 1.5 ആയി. Yes, that is improvement. Let's see the answer. Okay, ജിപ്സം നമ്മൾ കണ്ടു. ഇനി ആരെയാണ്? പ്ലാസ്റ്റർ ഓഫ് പാരീസ് കാണണം അല്ലെ. പ്ലാസ്റ്റർ ഓഫ് പാരീസും ജിപ്സും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ. എന്താണ് വ്യത്യാസം? വാട്ടർ പാർട്ടിക്കിൾസ് അല്ലെ. CaSO4.0.5H2O. ഇതിന് നമുക്ക് എങ്ങനെയും എഴുതാം? CaSO4.5H2O എന്നും എഴുതാം. എങ്ങനെ എഴുതാം? 1/2H2O എന്നും നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് വരുന്നത്? ഇവിടെ 2H2O ആണ്, ഇവിടെ 1/2H2O ആണ്. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1/2 അല്ലെ. ഡിഫറൻസ് എത്രയാണ്? 1/2 ആണ്. ശരിയല്ലേ? വാട്ടറിലാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ ഫൈൻ. എങ്ങനെയാണ്? 1/2 ആണ്. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ എന്താണ് വന്നിരിക്കുന്നത്? 3/2 എന്നാണ്. ഇത് 3/2 എന്ന് വരാൻ കാരണം എന്താണ്? 2 into 1 plus 1/2 it is 3/2. എക്സാമിന് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. 1/2 എന്ന് കണ്ടാൽ 1/2 ആൻസർ. 3/2 ആണെങ്കിൽ കാണുന്നത് 3/2 ആണ് കാണുന്നതെങ്കിൽ എന്താണ് ആൻസർ? ഇറ്റ് ഈസ് 3/2. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരിക്കലും 1/2നെ നിങ്ങൾ റൗണ്ട് ഫിഗർ ചെയ്തിട്ട് 2 എന്ന് എഴുതരുത്. ഇറ്റ് ഈസ് റോങ്. കാരണം ഇവിടെ പോയിന്റ് ഹാഫിന് പോലും വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദ കറക്റ്റ് ആൻസർ ഇറ്റ് ഈസ് 3/2 or 1/2. Okay, now let's see the gypsum crystal is here, plaster of Paris is here. Plaster of Paris എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് വരുന്നത്? യെസ്, കൈയൊക്കെ കെട്ടിയിട്ട് അല്ലെങ്കിൽ കാലൊക്കെ കെട്ടിയിട്ട് പിക്ചർ ആയിരിക്കും ഓർമ്മ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പിക്ചർ ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണെങ്കിലും ജിപ്സം ആണെങ്കിലും ഒരുപാട് തരത്തിലുള്ള യൂസസ് ഉണ്ട്. സം ഓഫ് ദ യൂസസ് ആ എന്താണ്? നമ്മളെ മോണ്യുമെന്റ്സ് ഉണ്ടാക്കാൻ അല്ലെ, സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ വാൾ ഡെക്കറേഷൻസിന് യൂസ് ചെയ്യാറുണ്ട്. ഈ പാഠത്തിന്റെ എല്ലാത്ത നമുക്ക് സംശയങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഈ പാഠം ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പാഠമല്ലേ നമ്മൾ സംശയം നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്ക് ഈ പാഠം തീർത്തിട്ട് നമുക്ക് ബാക്കിയുള്ള സെക്ഷൻസിലേക്ക് പോവാം. ഓക്കെ, കാരണം നമ്മൾ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം. സമയം തീരാനായിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻസ് തീരാനായിട്ടില്ല. ബിക്കോസ് വി ആർ ഹാവിംഗ് ലോട്ട്സ് ഓഫ് MCQs. ഓക്കെ, ഞാൻ വേഗം പറയാം. പിന്നെ നമ്മൾ എന്താണ്? മെഡിക്കൽ ഫീൽഡ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അഗ്രികൾച്ചേഴ്സ് അല്ലെ, അഗ്രികൾച്ചർ, ഫെർട്ടിലൈസേഴ്സ്, ടൂത്ത് പേസ്റ്റ്, സിമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ജിപ്സം യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് യൂസേഴ്സ് നമ്മുടെ ജിപ്സത്തിനും പ്ലാസ്റ്റർ ഓഫ് പാരീസിനും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വി ആർ ജസ്റ്റ് മൂവിംഗ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏതാണ്? യെസ്, which of the following will be the strongest base? എക്സാമ്പിൾസ് അല്ല തന്നിരിക്കുന്നത്. ഇറ്റ് ഇസ് ഗിവൺ ദ pH വാല്യൂ 11.5, 8.5, 13 and 7.5. Which is the strongest base among all these four? ഈ നാലെണ്ണത്തിൽ ഏതാണ് strongest base എന്ന് പറയുന്നത്? Put your comments first because 8:30 ആവാനായി. നിങ്ങളുടെ കമന്റ്സ് കിട്ടിയാൽ മാത്രമേ ഞാൻ അടുത്ത ആൻസറിലേക്ക്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ നീങ്ങത്തുള്ളൂ. Yes, just tell me the answer. Which is the correct answer? Whether it is 11.5, whether it is 8.5, 13 or 7.5. Option A വരുന്നുണ്ട്, option C വരുന്നുണ്ട്. അഭിനവ് ചന്ദ്രൻ, വേഗം നമ്മുടെ ആൻസർ പറഞ്ഞു തീർക്കുക, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. യെസ്, ഒരുപാട് ആൻസേഴ്സ് വരുന്നുണ്ട്. ഇതിന് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ചെക്ക് ദ ആൻസർ. ദ ആൻസർ ഇറ്റ് ഈസ് 13. എന്തുകൊണ്ടാണ് നമ്മുടെ pH വാല്യൂ 13 വരാൻ കാരണം എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മുടെ pH സ്കെയിൽ എടുത്തു അല്ലെ.
7ൽ നിന്ന് 14ലേക്ക് പോകുന്നതിനനുസരിച്ച് അവിടെ എന്താണ് സംഭവിക്കുന്നത്? pH വാല്യൂ കൂടുകയാണ് ചെയ്യുന്നത്. pH വാല്യൂ കൂടുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ബേസിക് നേച്ചർ കൂടുകയാണ് അല്ലെ? 7ൽ നിന്ന് ന്യൂട്രൽ ആണ്, 6ൽ നിന്ന് 1ലേക്ക് പോകുമ്പോൾ എസ്തറ്റിക് നേച്ചർ കൂടുകയാണ്. അവിടെ നമ്പർ കുറയുന്നതിനനുസരിച്ച് എസ്തറ്റിക് ക്യാരക്ടർ കൂടുകയാണ്. എന്നാൽ 8ൽ നിന്ന് 14ലേക്ക് വരുമ്പോൾ അവിടെ എന്താണ്? ബേസിക് നേച്ചർ ആണ് കൂടുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? ഇപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ 9 തന്നു, 11 തന്നു, 14 തന്നു. ഏതാണ് ഏറ്റവും കൂടുതൽ ബേസിക്? 14 ആയിരിക്കും അല്ലെ? നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന pH വാല്യൂ ഏറ്റവും കൂടുതൽ 13 ആയതുകൊണ്ടാണ് the answer it is 13. ഇപ്പം കമന്റ് ചെയ്യുന്ന എല്ലാവരും 13C തന്നെയാണ് കമന്റ് ചെയ്യുന്നത്. വെരി ഗുഡ്. ഐ തിങ്ക് ജിനോസി ഒരു വട്ടം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ മാക്സിമം 2 വട്ടം പറഞ്ഞാൽ മതി. ടീച്ചർ കണ്ടിട്ടുണ്ടാവും, പേര് സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ആയിരിക്കും കേട്ടോ. സോ can we go to the next question? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ്? which of the following salts has no water of crystallization? തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഇതിൽ ഏതിലാണ് എന്തില്ലാത്തത്? നോ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഇല്ലാത്തത്. നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നല്ലോ, നമ്മുടെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നല്ലോ, ടഫ് വേണം എന്ന് പറഞ്ഞത്. എവിടെ പോയി? ആളെ കാണാനില്ല. യെസ്, ഇതിന്റെ ആൻസർ ഫസ്റ്റ് ഒന്ന് പറഞ്ഞേ. ലെറ്റ്സ് സീ ദ ആൻസർ whether it is right or wrong. ടഫ് വേണം എന്ന് പറയുന്നത് മോശമായിട്ട് പറയുന്നതല്ല, വെരി ഗുഡ് ആണ്. കാരണം നിങ്ങൾ അത്രയും കൂടുതൽ അറിയണം, കൂടുതൽ വർക്ക് ചെയ്യണം, കൂടുതൽ ആൻസർ പറയാൻ പറ്റൂ എന്ന് ചെക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ടായിരിക്കും നിങ്ങൾ അങ്ങനെ പറയുന്നത് അല്ലെ? അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞു തന്നേ. We are having blue vitriol, we are having washing soda, we are having baking soda and we are having gypsum. gypsum നമ്മൾ ഇപ്പം കണ്ടു അല്ലെ? ബാക്കി എല്ലാം നിങ്ങൾ കണ്ടുപിടിക്കണം. The answer is, ഒരു മിനിറ്റ്, ആൻസർ ആരാ പറഞ്ഞത്? ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞിട്ടുണ്ട്. കൈലാസ് സുരേഷ്, സീതാ ലക്ഷ്മി, സി ബേക്കിംഗ് സോഡ. ഹലോ ഫാൻ ബോയ്, എവിടെ പോയി? ഫാൻ ബോയ് ഒന്നും ഇവിടെ ഇല്ല. ഫാൻ ബോയ് ഒക്കെ കെമിസ്ട്രിയുടെ ഫാൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. കെമിസ്ട്രി ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വേഗം എവിടെ ആൻസർ? ഇവിടെ ബേക്കിംഗ് സോഡ. whether it is ബേക്കിംഗ് സോഡ. നമ്മുടെ പേര് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്താന്ന് പറയാൻ പറ്റുമോ? ലെറ്റ്സ് ചെക്ക്. വാട്ട് ഇസ് ദ ആൻസർ? ഇറ്റ് ഇസ് ബേക്കിംഗ് സോഡ itself. വെരി ഗുഡ്. എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഇറ്റ് ഇസ് ഓപ്ഷൻ സി, ബേക്കിംഗ് സോഡ. ഇനി കമന്റ് ചെയ്യാത്ത കുറച്ച് പേര് അവിടെ ഉണ്ടാവും അല്ലെ? എന്തുകൊണ്ടാണ് ആ ബേക്കിംഗ് സോഡ വന്നത് എന്നുള്ള കൺഫ്യൂഷൻ ഉള്ള ആൾക്കാരുണ്ടാവും. എന്തുകൊണ്ടാണ്? ബേക്കിംഗ് സോഡ ഇസ് ഹൈഡ്രജൻ കാർബണേറ്റ് സാൾട്ട് ഓഫ് സോഡിയം. ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രജൻ കാർബണേറ്റ് ഓഫ് സോഡിയം സാൾട്ട്. ബേക്കിംഗ് സോഡയുടെ ഫോർമുല എന്താണ്? ഇറ്റ് ഈസ് Na2CO3 അല്ലെ? Na2CO3 എന്ന് പറയുന്നതാണ് നമ്മുടെ ബേക്കിംഗ് സോഡ. ക്വസ്റ്റ്യനിൽ എന്താണ് തന്നത്? നോ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ. ഓക്കെ, നൗ ലെറ്റ്സ് സീ വാട്ട് ഈസ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ. ആദ്യം നമുക്ക് എന്താണ് കണ്ടത്? വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്താണെന്ന് നോക്കാം. എന്താണ്? വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ is the fixed number of water molecules present in one formula unit of salt. one formula, ഒരു യൂണിറ്റ് ഓഫ് സോൾട്ട് അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ ഓഫ് സോൾട്ട് എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് വെള്ളത്തിന്റെ പ്രസൻസ്, H2O പാർട്ടിക്കിൾസിന്റെ പ്രസൻസ് ഉണ്ടോ എന്നുള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ. ഇറ്റ് വിൽ ബി എ ഫിക്സ്ഡ് നമ്പർ ഓഫ് വാട്ടർ പാർട്ടിക്കിൾസ്. ഓക്കെ, സോ നമ്മൾ ആദ്യം പറഞ്ഞത് ബ്ലൂ വിട്രിയോൾ ആണ്. ബ്ലൂ വിട്രിയോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലൂ വിട്രിയോൾ ഇസ് നത്തിങ് ബട്ട് എ സോൾട്ട് ഓഫ് കോപ്പർ. എന്താണ്? ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ്. ബ്ലൂ വിട്രിയോളെ നമുക്ക് എന്ത് പറയാം? ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് എന്ന് പറയാം. CuSO4.5H2 ആണ് ആൻസർ വരുന്നത്. ആൻസർ അല്ല, ഫോർമുല വരുന്നത്. എത്രയാണ്? CuSO4.5H2O. ഇതാ ഒരു മോളിക്യൂളിൽ എത്ര വാട്ടർ പാർട്ടിക്കിൾസ് ആണ് ഉള്ളത്? We are having 5H2O. Okay, next one, let's see. ഏതാണ്? washing soda. Washing soda is nothing but the carbonate salt of sodium. Washing soda എന്ന് പറയുന്നത് എന്താണ്? Na2CO3.10H2O. ആരാണ്? Na2CO3. മാം ബേക്കിംഗ് സോഡ NaCO3 അല്ലേ? മാറിപ്പോയോ ഞാൻ പറഞ്ഞത്? ഐ എം സോ സോറി ഡിയേഴ്സ്. മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഐ എം സോ സോറി. വാഷിംഗ് സോഡയാണ് എന്ത് വരുന്നത്? Na2CO3.10H2O. ഓക്കെ, നൗ ലെറ്റ്സ് സീ അബൌട്ട് gypsum. gypsum എന്ന് പറയുന്നത് എന്താണ്? gypsum is the sulfate salt of calcium. കാൽഷ്യത്തിന്റെ സൾഫേറ്റ് സോൾട്ട് ആണ്. ഫോർമുല എത്രയാണ് വരുന്നത്? ഇറ്റ് CaSO4.2H2O. CaSO4.2H2O. ഇവിടെയൊക്കെ നമുക്ക് എന്ത് കാണാൻ കഴിയുന്നുണ്ട്? വാട്ടർ പാർട്ടിക്കിൾസ് കാണാൻ കഴിയുന്നുണ്ട് അല്ലെ? ഈ വാട്ടർ പാർട്ടിക്കിൾസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഉണ്ട് എന്ന് പറയാൻ കാരണം. ഓക്കെ,
ഫൈൻ. ഞാൻ പറഞ്ഞു ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് സോഡിയം ബൈകാർബണേറ്റ് ആണ്, NaHCO3 ആണ് അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, സോ നമുക്ക് എന്താണ് ഇതിൽ ഡോട്ട് എന്ന് കാണുന്നുണ്ട് അല്ലെ, എല്ലാ മോളിക്യൂളിന്റെയും കൂടെ ഡോട്ട് 10H2O, ഡോട്ട് 2H2O. ഈ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ആ ഡോട്ട് റിപ്രസെന്റ് ചെയ്യുന്നത് ആ വാട്ടർ പാർട്ടിക്കിൾസ് ഇതുമായിട്ട് കെമിക്കലി കമ്പൈൻഡ് അല്ല എന്നാണ് കേട്ടോ. എന്താണ്, കെമിക്കലി കമ്പൈൻഡ് അല്ല എന്നാണ് പറയുന്നത്. Now let's move to one more question. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് അറ്റൻഡ് ചെയ്താലോ? ഐ തിങ്ക് ഇറ്റ്സ് ടൈം 8:30 ആവാനായിട്ടുണ്ട്. 8:30 ആയിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ആർ യു ഓൾ റെഡി? Can I just continue? നിങ്ങൾ പറയുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. Can I discuss? So I'm just going to the question, a last and final question. ലാസ്റ്റ് ആൻഡ് ഫൈനൽ അല്ല, പക്ഷെ ഇന്ന് ടൈം തോന്നുന്നതുകൊണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യനെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഡ്യൂറിംഗ് ദ പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് ഉണ്ടാക്കുമ്പോൾ ഓൺ എ ഹ്യൂമിഡ് ഡേ ദ ഗ്യാസ് ഇസ് യൂഷ്വലി പാസ്ഡ് ത്രൂ ദ ഗാർഡ് ട്യൂബ് കണ്ടെയ്നിങ് കാൽഷ്യം ക്ലോറൈഡ്. The role of calcium chloride taken in the guard tube is to. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത്, ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് ആണ്, ഹ്യൂമിഡ് ഡേ സമയത്താണ് ഉണ്ടാക്കുന്നത്. മാത്രമല്ല ഈ ഗ്യാസ് നമ്മൾ എന്തിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്, ഗാർഡ് ട്യൂബ് കണ്ടെയ്നിങ് കാൽഷ്യം ക്ലോറൈഡ് കൂടെ പാസ് ചെയ്യാണ്. എന്തിനാണ് നമ്മൾ ഈ കാൽഷ്യം ക്ലോറൈഡ് കൂടെ പാസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ അറിയേണ്ടത് അല്ലെ. വേറെ ചാറ്റിംഗ്സിലേക്ക് ഒന്നും പോകണ്ട, ക്ലാസ് കാണാനും ക്ലാസ് കേൾക്കാനും ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ പേഴ്സണലി ആവാം, not in our class time. Okay, so നമുക്ക് എന്താണ്, yes, guard ട്യൂബിന്റെ അകത്തുള്ള കാൽഷ്യം ക്ലോറൈഡിന്റെ റോൾ എന്താണെന്നാണ് അറിയേണ്ടത്. എന്താണ് ആൻസർ? yes, absorbs the evolved gas. ആ ഉണ്ടായ ഗ്യാസ് അബ്സോർബ് ചെയ്യുന്നു. moisture in the gas, ഗ്യാസിന് നനവുണ്ടാക്കുന്നു. absorb moisture from the gas, ആ ഗ്യാസിൽ എന്തെങ്കിലും മോയ്സ്ചർ ഉണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, absorb Cl- ions from the evolved gas. അതിൽ ഉണ്ടായിട്ടുള്ള Cl- അയോൺസിനെ അബ്സോർബ് ചെയ്യുന്നു. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, ഏതായിരിക്കും കറക്റ്റ് ആൻസർ ഒന്ന് പറഞ്ഞേ. മാം, ക്യാൻ യു പ്ലീസ് ഗിവ് മീ എ ഹോംവർക്ക്? യെസ്, ഞാൻ അറ്റ് ലാസ്റ്റ് ഹോംവർക്കും പറഞ്ഞുതരാം. പ്രശ്നം തീർന്നില്ലേ? ഏതായിരിക്കാം നമ്മുടെ ആൻസർ വരുന്നത്? ചില ആൾക്കാർ കരുതും ഇത് നമ്മൾ ടെക്സ്റ്റിലൊന്നും പഠിക്കാത്തൊരു സാധനമാണല്ലോ, ബട്ട് ഇറ്റ് ഇസ് ഇൻ ആ ടെക്സ്റ്റ് ബുക്ക്. ഈ ഒരു എക്സ്പെരിമെന്റ് നമ്മുടെ ടെക്സ്റ്റിൽ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? വി ആർ ഹാവിംഗ് എ ടെസ്റ്റ് ട്യൂബ്, വി ആർ ടേക്കിംഗ്, യെസ്, എന്താണ്, സോഡിയം ക്ലോറൈഡ് എടുത്തിട്ടുണ്ട് അല്ലെ. ഇതിനകത്ത് സോഡിയം ക്ലോറൈഡിന്റെ അകത്ത് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്തെല്ലാം പ്രൊഡക്ട്സ് ആണ് കിട്ടിയത്? Na2SO4 and HCl. ഈ HCl ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളൊരു ഡെലിവറി ട്യൂബ് കൂടെ കൊണ്ടുവന്നു. നനയാത്ത ലിറ്റ്മസ് പേപ്പർ കാണിച്ചപ്പോൾ അവിടെ ഒരു വ്യത്യാസം വന്നില്ല. എന്നാൽ വെറ്റ് ലിറ്റ്മസ് പേപ്പർ കാണിച്ചപ്പോൾ അവിടെ എന്താണ്, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് കളറായിട്ട് മാറുകയാണ് ചെയ്തത്. ഓക്കെ, ഈ ഒരു എക്സ്പെരിമെന്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. ടെക്സ്റ്റ് ബുക്കിന്റെ ഇമേജ് ആണ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രത്യേകം എടുത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഗാർഡ് ട്യൂബ് കണ്ടെയ്നിങ് കാൽഷ്യം ക്ലോറൈഡ്. ഓക്കെ, ഹ്യൂമിഡ് ഡേ ഉള്ള സമയത്ത് മോയ്സ്ചർ പ്രസൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഗാർഡ് ട്യൂബ് നമ്മൾ ഇവിടെ ഡെലിവറി ട്യൂബിൽ നമ്മൾ ഘടിപ്പിക്കുന്നു. എന്നിട്ട് എന്താണ്, ഈ ഉണ്ടാവുന്ന ഗ്യാസ്, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ട്യൂബ് കൂടെ നമ്മൾ പാസ് ചെയ്യുന്നു. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡ്രൈ ലിറ്റ്മസ് പേപ്പർ നമ്മൾ കാണിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ഒബ്സർവേഷൻ കറക്റ്റ് ആയിട്ട് വരുന്നത്. അത് എന്തുകൊണ്ടാണ് നമ്മൾ ഇതിൽ കൂടെ പാസ് ചെയ്യാൻ കാരണം? ബൈ ചാൻസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത HCl ഗ്യാസിൽ എന്തെങ്കിലും മോയ്സ്ചർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? യെസ്, ഈ കാൽഷ്യം ക്ലോറൈഡ്, ഗാർഡ് ട്യൂബിലുള്ള കാൽഷ്യം ക്ലോറൈഡ് അതിലുള്ള മോയ്സ്ചറിനെ വലിച്ചെടുക്കുന്നു. അതുകൊണ്ട് പുറത്തേക്ക് വരുന്ന ഗ്യാസ് എന്താണ്? ഇറ്റ് ഇസ് ദ ഡ്രൈ HCl. ഈ ഡ്രൈ HCl കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് കറക്റ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ എല്ലാവരും ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു. ഇറ്റ് ഇസ് ഓപ്ഷൻ സി. എന്താണ്? ഇറ്റ് absorbs the moisture. Calcium chloride is used as an absorbent in the guard tube while hydrogen chloride is being formed on a humid day as it can absorb moisture present in air. HCl ഉണ്ടാവുന്ന സമയത്ത് HCl എന്ത് കഴിവുണ്ട്? അടുത്ത് എവിടെയെങ്കിലും മോയ്സ്ചർ ഉണ്ടെങ്കിൽ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതിനകത്ത് വാട്ടർ പാർട്ടിക്കിൾസ് വന്നു. വരാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാൽഷ്യം ക്ലോറൈഡ് കൂടെ പാസ് ചെയ്ത് വിടുന്നത്. HCl corrosively react with water, lead to the formation of hydrochloric acid. As it is strongly acidic in nature, it gives out white fumes on reacting with moisture. Okay, so എന്താണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? It is option C, absorbs moisture from the gas.
സോ നമ്മുടെ ടൈം 8:34 ആയി. വെദർ ഐ ഷുഡ് കണ്ടിന്യൂ ദ ക്ലാസ് ഓർ നോട്ട്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മുടെ ആൻസർ, നമ്മുടെ ലൈവ് സെക്ഷൻ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ? ജസ്റ്റ് പുട്ട് ഇൻ യുവർ കമന്റ് സെക്ഷൻ. ലെറ്റ് മീ സീ യുവർ കമന്റ്സ്. 8:35 ആയി അല്ലെ? നമുക്കൊരു കാര്യം ചെയ്യാം, ഡോണ്ട് വറി, നമ്മളുടെ ഈ ഒരു സെക്ഷൻ നമുക്ക് ഇനിയും എക്സ്റ്റെൻഡ് ചെയ്യാം. ഇന്നല്ല, വേറൊരു ദിവസം. ഓക്കെ, വി വിൽ ബി കണ്ടക്ടിങ് ദ എക്സാംസ്, സോറി, വി വിൽ ബി ഡിസ്കസിങ് ആ MCQs മോർ ഇൻ അവർ നെക്സ്റ്റ് സെക്ഷൻ. അതിൽ നമുക്ക് എന്ത് ചെയ്യാം? സിനാൻ അബ്ദുള്ള മാത്രമല്ല, നമ്മുടെ ഈ ഒരു ക്ലാസ്സിലുള്ള എല്ലാവരും നല്ല പഠിപ്പിസ്റ്റുകൾ തന്നെയാണ്. കാരണം എല്ലാവരും എക്സലന്റ് ആയിട്ട് ആൻസേഴ്സ് പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവരും വളരെ എന്തൂസിയാസ്റ്റിക് ആയിരുന്നു കുറെ ആൻസേഴ്സ് പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഐ വിൽ ബി കണ്ടക്ടിങ് അനദർ സെക്ഷൻ ഫോർ ദിസ് ക്ലാസ്. നമുക്ക് ഇപ്പം കണ്ടിന്യൂ ക്ലാസ് എന്ന് പറയുന്നുണ്ടെങ്കിലും കുറച്ച് ലേറ്റ് ആയില്ലേ, നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് കാണാം. അപ്പം ഞാൻ എന്ത് ചെയ്യാം, ആസ് യു ആസ്, നമ്മൾ ഒരുപാട് നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും. അതുപോലെ തന്നെ നമുക്ക് ഇനി എങ്ങനെ നമ്മുടെ എക്സാംസിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, എന്തെല്ലാം രീതിയിൽ വരാം, എന്തെല്ലാം ട്രിക്സ് നമുക്ക് കണ്ടുപിടിക്കാം, പഠിച്ചു വെക്കാം എന്നുള്ള കാര്യങ്ങളും നമുക്ക് അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഹോംവർക്ക് ആരോ ഒരാൾ ചോദിച്ചിരുന്നു. ഹോംവർക്ക് വേറെ ഒന്നുമല്ല, ജസ്റ്റ് ഗോ ത്രൂ യുവർ ടെക്സ്റ്റ് ബുക്സ്. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള കണ്ടന്റ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. നമ്മൾ ഇന്ന് ഫസ്റ്റിൽ റിവിഷൻ ചെയ്ത എല്ലാ സാധനങ്ങളും അതിൽ പഠിക്കുന്നില്ലേ എന്ന് ചെക്ക് ചെയ്യാം. ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ആൻഡ് ഇറ്റ് ഇസ് ഹോംവർക്ക് ഫോർ യു. ഓക്കെ, നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സെക്ഷനിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ ആൻഡ് ബൈ.